കഴിഞ്ഞ ദിവസം ശ്രീയുടെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വീഡിയോ ഒരു റിക്വസ്റ്റ് ചെയ്ത് ശ്രീ ഇതൊന്ന് കാണണം, കണ്ടിട്ട് അതിനൊരു അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഗുരുവിന്റെ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞേക്കുന്നു, എന്താണ് ഇത് സംശയം, എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് പറയണമെങ്കിൽ ആശ്രമത്തിൽ പോയി പറഞ്ഞാൽ പോരെ. അപ്പൊ ആശ്രമത്തിൽ പറയാനായിട്ട് ഞാൻ ആശ്രമത്തിൽ പറയുന്നത് ആരാണ്? ഞാൻ ആശ്രമത്തിൽ ആരാണ്? എനിക്ക് ആശ്രമത്തിൽ എന്തെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമില്ല. പിന്നെ അദ്ദേഹം ഇപ്പൊ എന്നെ കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായം, അതായത് എൻ്റെ വിവാഹത്തെക്കുറിച്ചായാലും അവൻ്റെ വിവാഹം ഇന്നടുത്ത് കൊണ്ടുപോയി നടത്തൂ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യൂ, അല്ലെ ഇപ്പൊ തന്നെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉള്ള അതിനൊക്കെ ന്യായീകരിക്കാനും കള്ളത്തരങ്ങളും ഇയാൾ പറയുന്ന പോലുള്ള ന്യായീകരണങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കുമെന്ന് പറയുമ്പോൾ ഒക്കെ പെരുമാറുന്നത്. അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലാവില്ല. പുള്ളിക്കാരൻ ഭരിക്കുന്ന പുള്ളിക്കാരനെ സംബന്ധിച്ച് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും പണം, എന്തെങ്കിലും ദുരുദ്ദേശം, കള്ളത്തരം, കാപട്യം, ഇത് മാത്രമാണ് മനുഷ്യന് പ്രവർത്തിക്കാൻ. ചിലര് പറയുന്നുണ്ട് നമ്മൾ വിവാഹമൊക്കെ ഗുരുവിനെ നിർബന്ധിച്ച് നടത്തി. അപ്പം നിർബന്ധിച്ച് ചിലർ പറയുന്നത് നിർബന്ധിച്ച്, ചിലർ ഇവര് നടത്തിയില്ല, നടത്തി, അല്ലെങ്കിൽ അതിനൊക്കെ പല കഥകളാണ്. ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളൊക്കെ വരുമ്പോൾ പണം അന്വേഷിച്ച് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനാണ് എന്തൊക്കെ വഴികളുണ്ട്, നമുക്കൊക്കെ എന്തൊക്കെ ഐഡിയാസ് ഉണ്ട്. അപ്പം നമ്മൾ എനിക്ക് ദൈവമാണ്. അപ്പം ഈ പറഞ്ഞ വ്യക്തിക്കും ഗുരുവല്ല. കാര്യം ഈ പറഞ്ഞ വ്യക്തി ഗുരുവിനെ കണ്ടിട്ടില്ല. ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയോ ഈ രാജേഷ് നേതാജി ഇവരൊന്നും ഗുരു എപ്പോഴും പറയുമായിരുന്നു, നാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ അവസാനം നാരായണ ഗുരുവിന് ഒരു കുഞ്ഞില്ല എന്ന് വിഷമിച്ചു. അതായത് ഒരു ശിഷ്യനെ, ജ്ഞാനിയായിട്ടുള്ള ഒരു ശിഷ്യനെ സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ മറ്റ് ചാനലിലെ വീഡിയോകളൊന്നും ഇപ്പൊ ഞങ്ങൾ കാണാതിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീയുടെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വീഡിയോ ഒരു റിക്വസ്റ്റ് ചെയ്ത് ശ്രീ ഇതൊന്ന് കാണണം, കണ്ടിട്ട് അതിനൊരു അഭിപ്രായം പറയണമെന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശ്രീ എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്? ശ്രീ എന്താണ് അതിന് കൊടുക്കുന്ന മറുപടി? ഈ ചാനലിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുന്ന ഒരേ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഇതിനൊക്കെ പല കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞ് തളർന്ന സാഹചര്യത്തിൽ ഞാൻ പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനിതൊക്കെ മറുപടി പറഞ്ഞ് തളർന്നത് കൊണ്ട് ഞാൻ ഇനി ഇതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിത് നിർത്തിയതാണ്. അപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു പുതിയ വീഡിയോ അയച്ചു തന്നിട്ട്, ശ്രീ ഇത് കണ്ടോ, പുള്ളിക്ക് ഇതിനകത്ത് ഗുരുവിൻ്റെ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞേക്കുന്നു, എന്താണ് ഇത് സംശയം, എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിൻ്റെ കണ്ടൻ്റൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു സാർ ഇതൊക്കെ ഇങ്ങനെയല്ലേ, ഇവരെ പോലുള്ള ആൾക്കാർ ഇതൊന്നും ആധ്യാത്മികമായ ഒരു അന്വേഷണമൊന്നും ഇല്ലാതെ വെറും ഒരു സാധാരണ നിലവാരത്തിൽ സംസാരിക്കുന്നതല്ലേ, സാറിനെ പോലുള്ളവരൊക്കെ ഇതൊക്കെ എന്തിന് സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ ഈ പുള്ളി എനിക്കിത് വീഡിയോ ഇങ്ങനെ അയച്ചതെന്ന് ഒന്ന് കാണണം, കണ്ട് നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഒരു പുള്ളിക്കൊരു ക്ലാരിറ്റി വരുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് പലർക്കും സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ വിശ്വാസിയൊന്നും അല്ലാത്ത എൻ്റെ ഒരു പഴയ സുഹൃത്ത്, അദ്ദേഹവും ഈ രണ്ട് വീഡിയോ, എൻ്റെ വീഡിയോയും ഈ വീഡിയോകളും ഒക്കെ കണ്ടിട്ട് ഈ കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ശ്രീത ഇതൊക്കെ എന്താ ഈ നടക്കുന്നത്, ഞാൻ നിങ്ങളുടെ രണ്ട് കൂട്ടരുടെ വീഡിയോയും കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ ഇതിനൊന്നും മറുപടി പറയണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴും അതിനകത്തൊന്നും ഒരുപാട് നല്ല ആധ്യാത്മിക വിഷയങ്ങളും വലിയ പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. കാര്യം നിങ്ങൾ വളരെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ബേസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റേ പുള്ളിക്കാരൻ അദ്ദേഹം ഈ ഒരു സാധാരണ നിലവാരത്തിൽ ഈ കുറ്റം പറയുന്ന സ്വഭാവത്തിൽ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പേഴ്സണൽ, അതായത് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട്, പേഴ്സണൽ വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ട് പകരത്തിന് പകരം പറയുന്ന ഒരു ടൈപ്പാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ആധ്യാത്മികമായിട്ടുള്ള ഒരു തലത്തിലല്ല അദ്ദേഹം സംസാരിക്കുന്നത്, പകരത്തിന് പകരം ഈ തർക്കുത്തരം പറയുന്ന പോലെ സംസാരിക്കുന്നതാണെന്ന് വ്യക്തമായി എന്ന് ആ വീഡിയോയ്ക്കൊന്നും അദ്ദേഹം ഒന്നും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വിശ്വാസിയൊന്നും അല്ലാത്ത പുറത്തുള്ളൊരു വ്യക്തിക്ക് ഈ രീതിയിൽ മനസ്സിലായി. പക്ഷെ നമ്മുടെ ചില വിശ്വാസ സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ പകയും ദേഷ്യവും വിദ്വേഷവും എല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നമ്മുടെ പരമ്പരയിൽ ആരെങ്കിലുമൊക്കെ കുറച്ച് പേര് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ പിന്നെ നിർബന്ധം എന്താണ് ഈ പറഞ്ഞേക്കുന്നത് അറിയാൻ വേണ്ടി 1 മണിക്കൂറിന് പുറത്തുള്ള വീഡിയോ ഞാൻ വളരെ സ്പീഡാക്കിയിട്ട് ഒന്ന് കേട്ട് നോക്കി, എന്താണ് ഈ പറയുന്നത്, ഇവർക്ക് ഇത്ര സംശയം എന്നൊക്കെ അറിയാൻ വേണ്ടി.
ഇനി എന്തെങ്കിലും നമ്മൾ പറയേണ്ടതുണ്ടോ, ഇനി മറ്റ് മനുഷ്യർക്ക് ആർക്കെങ്കിലും പൊതുജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ കണ്ടു. കാര്യം സ്ഥിരം പറയുന്ന അല്ലാത്ത പുതിയ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത് പല പ്രാവശ്യം വിശദീകരണങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോകൾക്കൊന്നും മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നു അദ്ദേഹം എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്, ഞാൻ ഇവിടുത്തെ ഒരു വക്താവാണ്, എന്നെ ശിഷ്യപൂജിത അല്ലെങ്കിൽ സ്വാമി ഇവരൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. അങ്ങനെ പുള്ളി പല ആരോപണങ്ങളും അതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നത് എന്നോട് തന്നെ സംസാരിക്കുന്നതാണ് പുള്ളി. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഓഡിയൻസിനോട്, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നത്. കാര്യം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാര്യം ഉണ്ടായിരുന്നേ അവരോട് സംസാരിക്കായിരുന്നു. പക്ഷെ അവർ ഇതൊന്നും മനസ്സിലാക്കാനല്ലാതെ ഇങ്ങനെ അവർ പറയുന്നത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവരെടുത്ത് നമ്മൾ എന്ത് പറയാനാണ്? അതാണ് അവരെടുത്ത് പറയാത്തത്. അപ്പോൾ ഈ പുള്ളി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയണമെങ്കിൽ ആശ്രമത്തിൽ പോയി പറഞ്ഞാൽ പോരെ. അപ്പോൾ ആശ്രമത്തിൽ പറയാനായിട്ട് ഞാൻ ആശ്രമത്തിൽ പറയുന്നത് ആരാണ്? ഞാൻ ആശ്രമത്തിൽ ആരാണ്? എനിക്ക് ആശ്രമത്തിൽ എന്തെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ പണ്ട് മുതലേ, ഇപ്പോൾ വന്നു തുടങ്ങിയപ്പോൾ മുതലേ ഗുരുവിനെ കണ്ട് പോകും, അവിടെ അത്യാവശ്യം കർമ്മം ചെയ്യും, പ്രാർത്ഥിക്കും, അങ്ങനെയുള്ളൊരു കാര്യമല്ല. നമ്മൾ അവിടുത്തെ ഒരു സ്ഥാനമാനം എന്തെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ. അപ്പം നമുക്ക് ചുമ്മാ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലല്ല. നമ്മൾ ഒരു പ്രാർത്ഥനയും ധ്യാനവും ആധ്യാത്മികമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണവും ഒക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മളങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ പണ്ട് മുതലേ ഫേസ്ബുക്കിൽ എഴുതുമ്പോഴാവട്ടെ, ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാവട്ടെ, എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരമാണ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഒരു അറിവ്, നമ്മൾ മനസ്സിലാക്കിയ ജീവിതം കൊണ്ട് പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ പുള്ളി എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നും പറഞ്ഞാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ എന്നോടാണ് സംസാരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്കിപ്പോൾ പറയുന്നതെല്ലാം എപ്പോഴും മറുപടി പറയാനോ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുമ്പോൾ സംസാരിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ പറയാം. ഇപ്പം എന്നോടാണ് പറയുന്നതെങ്കിൽ എനിക്കത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അദ്ദേഹത്തിനും മറുപടി കൊടുക്കാം, എല്ലാവർക്കും മറുപടി കൊടുക്കാം, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവിടുത്തെ വക്താവാണെന്നും തെറ്റിദ്ധരിച്ച് കളയരുത്, വക്താവല്ല. അതുകൊണ്ടാണ് എന്നെ ഇപ്പോൾ അവിടുത്തെ വക്താവാണെന്നൊക്കെ ധരിച്ചിട്ടാണ് നിങ്ങൾ എന്നോട് വല്ലതും പറയുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാര്യം അത് എന്നിൽ മാത്രമേ എത്തൂ. എന്നെ പോലത്തെ ഒരു സാധാരണ വ്യക്തിയോട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നെങ്കിൽ പറഞ്ഞോളൂ, അതിന് കുഴപ്പമില്ല. പിന്നെ ശരിയാണ്, ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ ഒരു വിശ്വാസിയായിട്ടും ഗുരുവിൻ്റെ ഒരു ഭക്തനായിട്ടും ശിഷ്യനായിട്ടും അങ്ങനെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എനിക്കൊരു ഇൻസൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു ഇൻസൈറ്റിൽ എനിക്ക് കുറേ ഒരു ആധ്യാത്മികമായിട്ടൊരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഗുരുവിനോട് നമ്മൾ ആ ഒരു സ്നേഹം കൊണ്ട്, ഗുരുവിനോട് നമ്മുടെ ആ ഒരു സ്നേഹവും ഭക്തിയും കൊണ്ട് എനിക്കെന്തോ എൻ്റെ ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് എനിക്ക് പല ഒരു അനുഭൂതികളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ എന്നെ അങ്ങനത്തെ ഒരു ആധ്യാത്മിക തലത്തിൽ ഗുരുവുമായിട്ട് ബന്ധമുള്ള ഒരു വക്താവെന്ന് കാണുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ പബ്ലിക്കായിട്ട് ഈ അതോറിറ്റികളും അല്ലെങ്കിൽ ഓർഗനൈസേഷനും അതുമായിട്ടൊന്നും ബന്ധപ്പെട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല. വെറുതെ തെറ്റിദ്ധരിക്കണം, എന്നോട് സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നും ഒരു കാര്യമില്ല. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേട്ടോളൂ. നല്ല നല്ല ആധ്യാത്മിക വിഷയങ്ങളും നിങ്ങൾക്ക് ആത്മശാന്തി ഉണ്ടാകുന്ന, നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് ജീവിക്കാവുന്ന, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്ന, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾ ഈ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉന്നയിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വഴിയിലേക്ക്, ഈ യൂണിവേഴ്സലായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു അലൈൻമെൻറ്റിലേക്ക്, സത്യവും ധർമ്മവും നീതിയൊക്കെ പാലിച്ച് കുറ്റവും കുറവുകളൊന്നും പറയാതെ, കാര്യം അവനവൻ ഈ പറയുന്ന കുറ്റവും കുറവും എല്ലാം അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി നമ്മുടെ ലൈഫിൽ തന്നെ തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയൊക്കെ ശുദ്ധമാക്കി നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് എല്ലാ പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന വഴി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനനുസരിച്ച് അത് ഫോളോ ചെയ്യുന്നെങ്കിൽ അത് ഓക്കെ. അല്ലാതെ എന്നടുത്ത് മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ അദ്ദേഹം ഇപ്പം എന്നെക്കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായം, അതായത് എൻ്റെ വിവാഹത്തെക്കുറിച്ചായാലും അവൻ്റെ വിവാഹം ഇന്നടുത്ത് കൊണ്ടുപോയി നടത്തൂ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യൂ, അല്ലെങ്കിൽ ഇപ്പം തന്നെ അവൻ്റെ വിവാഹത്തിനെ കുറിച്ച് ഉറപ്പില്ല, അവരിനി തെറ്റിച്ച് കളയും, അല്ലെങ്കിൽ അവനെ നിയന്ത്രിക്കുന്നു, അവൻ്റെ ഗതികേട്, എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ പൈസയ്ക്ക് വേണ്ടി അവർക്ക് വീട്, അവരുടെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായി, പൈസയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ആരോപണങ്ങൾ എന്നെ നിയന്ത്രിക്കുന്നതായിട്ടും അങ്ങനെയൊക്കെ പുള്ളി പലതും പറയുന്നുണ്ട്. അത് പുള്ളി നമ്മളെ സൈക്കോളജിക്കലി ഇളക്കാനായിട്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് തെറ്റായിട്ടുള്ള സംസാരങ്ങളൊക്കെ പറയിക്കാനും പുള്ളിക്ക് പല മനഃശാസ്ത്രങ്ങളും ഉണ്ട്. പക്ഷെ പുള്ളിയുടെ മനഃശാസ്ത്രം എന്താവട്ടെ, എനിക്ക് എൻ്റേതായ ഒരു മനഃശാസ്ത്രമുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ അതിൽ പറയുന്നത്,
ഇപ്പം എൻ്റെ കാര്യം പറയുമ്പോൾ പുള്ളിക്ക് ഒന്നും അറിഞ്ഞുകൂടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ എന്ത് തരം വ്യക്തികളാണെന്നോ ഒന്നും അറിയാതെയാണ് നമ്മളെക്കുറിച്ച് ഇത്രയും പിന്നെ ബാലിശമായ ആരോപണങ്ങൾ, അതായത് ഈ പൈസയ്ക്കൊക്കെ വേണ്ടി കുറേ കള്ളത്തരമൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കപടമായ എല്ലാം തട്ടിക്കുന്ന വെട്ടിക്കുന്ന ഒരു മനുഷ്യ സമൂഹം, അതിനുവേണ്ടി നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു, നമ്മളെക്കുറിച്ച് ഇത് എന്തറിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അത് ചിന്തിക്കുകയാണ്. കാര്യം നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പം ഈ പുള്ളി പറയുകയാണെങ്കിൽ ഇത്രയും ആധ്യാത്മികമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ സംസാരിച്ച് കർമ്മവും ധർമ്മവും ഇങ്ങനെയൊക്കെ നമ്മൾ എന്തിനാണ് ഈ പുള്ളി പറയുന്ന ഇത്രയും മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാനിങ്ങനെ ആലോചിക്കും. ഇപ്പോൾ എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം ഞാൻ നോക്കുമ്പോൾ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു ഗവൺമെൻറ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. ഞായറാഴ്ച പോലും സ്കൂളിൽ പോകുന്നതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ അധ്യാപകനുള്ള മികച്ച അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രേം നസീറിൻ്റെയൊക്കെ അധ്യാപകനായിരുന്നു എന്നാണ് പറയുന്നത്. അച്ഛനൊക്കെ പിന്നെ പ്രേം നസീറിനെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ പറയുമ്പോൾ ഭയങ്കര ബഹുമാനം കിട്ടിയിരുന്നു. അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു, പ്രാസംഗികനായിരുന്നു, ആ നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തി, ചിറയൻകീഴൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനൊരു പിന്നെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ കുടുംബം ഗസറ്റഡ് ഓഫീസേഴ്സ് ഉൾപ്പെടെ അച്ഛൻ്റെ സഹോദരങ്ങളെല്ലാം ഗവൺമെൻറ് സർവീസിൽ, എല്ലാവരും 5 പേരും ഗവൺമെൻറ് സർവീസിൽ. അച്ഛനും ഗവൺമെൻറ് സർവീസിൽ ഒരു പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ലൈബ്രറിയനായിട്ട് റിട്ടയർ ചെയ്ത് അദ്ദേഹം മരണപ്പെട്ടു. ശ്രീയുടെ അച്ഛൻ്റെ വീട്ടില് എല്ലാവരും ഗവൺമെന്റ് സർവീസിലുള്ളവരാണ്. അതായത് അച്ഛൻ്റെ എല്ലാ സഹോദരങ്ങളും. അങ്ങനെ ഒരു റെയർ വീടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രീയുടെ അച്ഛൻ്റെ വീട്. അതെ. അതിനുശേഷം ഇപ്പൊ അമ്മയുടെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛനൊക്കെ അവിടെ ഒരു ലാൻഡ് ലോർഡായിരുന്നു. അദ്ദേഹം നാരായണ ഗുരു പറഞ്ഞിട്ട് വൈദ്യം പഠിച്ച് ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹം ഒരു ഭയങ്കര കൃഷിക്കാരനും ലാൻഡ് ലോർഡൊക്കെ ആയിരുന്നു. അമ്മയുടെ അമ്മ ഗവൺമെന്റ് സ്കൂൾ ടീച്ചറായിരുന്നു. അമ്മയുടെ അച്ഛൻ അന്നത്തെ കാലത്ത് ഗവൺമെന്റ് സർവീസിൽ തഹസീൽദാരൊക്കെ ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. പിന്നെ അമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ഗവൺമെൻറ് സർവീസിലും പിന്നെ വലിയ നിലയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നു. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ എൻ്റെ കസിൻസും മറ്റുള്ളവരൊക്കെ മുമ്പ് ഏറ്റവും അധികം പഠിക്കുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് എന്നാണ് അധ്യാപകരും എല്ലാവരും നമ്മളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു നല്ല പ്രൈസ് മണി കിട്ടിയില്ലേ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചതിന്? അതെ, ഫാമിലിയിൽ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഈ ഒരു സമയത്ത് ഈ വിദ്യാഭ്യാസമൊക്കെ കളഞ്ഞിട്ട്, അതായത് ഇപ്പോൾ വിനോബ ഭാവെ ഈ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കളഞ്ഞു, ദൈവത്തിനെ അന്വേഷിക്കുമ്പോഴെന്ന് വായിച്ചപ്പോൾ എനിക്കൊരു ചലഞ്ച് വന്നു. അപ്പോൾ ഞാനിത് കളയാൻ തയ്യാറാണോ? അപ്പം ഞാനും ഇതെല്ലാം കളഞ്ഞു. അങ്ങനെ ഇതെല്ലാം കളഞ്ഞിട്ട് പിന്നെ മറ്റ് ബിലോങ്ങിങ്സ് എല്ലാം കളഞ്ഞ് ആശ്രമത്തിൽ ഗുരുവിനെ സത്യാന്വേഷിയായിട്ടൊക്കെ വന്ന് ജീവിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ ജീവിച്ചു വന്നു. പിന്നെ ഇപ്പോൾ ആശയുടെ കാര്യം നോക്കുമ്പോൾ ആശയുടെയും അമ്മയും അച്ഛനും ഒക്കെ ഗവൺമെൻറ് സർവീസിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ. അവർക്ക് ഒരുപാട് ഭൂസ്വത്തൊക്കെ ഉണ്ട് ആശയ്ക്ക് കുടുംബപരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം എനിക്കും എൻ്റേതായിട്ടുള്ള കുടുംബം, ഇപ്പം എൻ്റെ അപ്പൂപ്പനൊക്കെ അന്നത്തെ മരുമക്കത്തായൊക്കെ ഇല്ലായിരുന്നു, നമ്മളൊക്കെ തന്നെ ഇപ്പോൾ ലാൻഡ് ലോഡായിരുന്നിന്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുടുംബം, ഇപ്പം അച്ഛൻ്റെ കുടുംബത്തിലും ഒക്കെ ഒരു ഭൂസ്വത്ത്, കാര്യം അച്ഛനൊക്കെ അന്ന് തന്നെ ഹെഡ് മാസ്റ്ററൊക്കെ ആവണം, അന്നേ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബമാണ് അവരൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ വൃത്തികേടായിട്ടുള്ള ഇവർ പറയുന്ന രീതിയിലുള്ള കള്ളത്തരവും കാപട്യവും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും ആധ്യാത്മികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ വന്നിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് അറിയാൻ വയ്യ. ഇപ്പം ഞാനും ആശയൊക്കെ ആയാലും നമ്മളൊക്കെ ഉന്നത ബിരുദാനന്തര ബിരുദങ്ങളും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ ഉള്ള വ്യക്തികൾ. നമ്മൾ ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, രണ്ടുപേരും ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരെക്കുറിച്ചും ഒക്കെ വായിച്ചിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ ഇതെല്ലാം വായിച്ചിട്ട് ഇതെല്ലാം പഠിച്ച് നമ്മൾ മറ്റ് പുറത്തോട്ടൊന്നും ജോലിക്കൊന്നും ശ്രമിക്കാൻ പോവാതെ ഗുരുവിൻ്റെ ഈ ഒരു നമ്മുടെ ഒരു പിന്നെ ആശ്രമ സ്വഭാവത്തിൽ ഒരു ആധ്യാത്മിക മാർഗത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവർ. അപ്പോൾ ഇതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് ഇവർ പറയുന്ന ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ, അതായത് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉള്ള അതിനൊക്കെ ന്യായീകരിക്കാനും കള്ളത്തരങ്ങളും ഇയാൾ പറയുന്ന പോലുള്ള ന്യായീകരണങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കുമെന്ന് പറയുമ്പോൾ
അത് എങ്ങനെ അത് ലോജിക്കലാവുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു ലോജിക്കലായിട്ട് പോകും? പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു എന്നെ എങ്ങനെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഗതികേടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഗതികേടാണെന്ന് പറഞ്ഞത്, ഇപ്പോൾ ഇദ്ദേഹം ഈ സംസാരിക്കുന്ന ലെവലിൽ, ഇപ്പോൾ ആധ്യാത്മിക വിഷയങ്ങളെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു ലെവലിൽ ഇങ്ങനെ മറുപടി പറഞ്ഞിട്ട് അതെൻ്റെ ഒരു ഗതികേടെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഇദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ആധ്യാത്മികമായ ഒരു തലത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനെ പകയും വിദ്വേഷവും അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചൊന്നും ആരും സംസാരിക്കാറില്ല ആധ്യാത്മിക രംഗത്ത്. അപ്പോൾ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അയ്യോ, നമ്മൾ മനസ്സിലാലോചിക്കുമ്പോൾ എന്തൊരു കഷ്ടം, ഇത് എന്തൊക്കെയായി പറയുന്നത്, ഇതെന്തൊരു ഗതികേട്. നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി ഭാഷയിൽ വാദത്തിന് മറുവാദം, ഈ എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി ഇങ്ങനെ വാദത്തിന് മറുവാദം ഇല്ല ചില പിള്ളേരുണ്ടല്ലോ, വിവരമില്ലാത്ത പിള്ളേർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും തിരിച്ച് വിളിച്ച് പറയുന്നതൊക്കെ പറയുക. ഒരു ആധ്യാത്മികമായ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത സംഭാഷണം. കോടതിയിലൊക്കെ തർക്കുത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അതേ രീതിയിൽ പുള്ളി വിചാരിച്ചിരിക്കുന്ന എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി. ഇത് ഈ പറയുന്ന കാര്യമല്ല ആധ്യാത്മികത. നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുക, കൺവിൻസ് ചെയ്യിക്കുക, അതല്ല. മനസ്സിനെ ഉപരിയായിട്ട് ഉണരുക എന്നുള്ളതാണ് ആധ്യാത്മികത. അപ്പോൾ ഉണർന്ന് വരുമ്പോൾ എന്താണ് ആ കാഴ്ചപ്പാട്, അതിനനുസരിച്ച് ഉണ്ടാകുന്ന പുതിയ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു മനസ്സിൻ്റെ തലത്തിൽ കുറച്ച് സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം പിന്നെ ഈ ഗുരു സംസാരിക്കുമ്പോൾ ശിഷ്യന്മാരൊന്നും ഒന്നും സംസാരിക്കരുതെന്നാണ് പറയുന്നത്. കാര്യം ഗുരു സംസാരിക്കുന്ന മറ്റൊരു തലത്തിൽ നിന്നാണ്, മറ്റൊരു ഡയമെൻഷനിൽ നിന്നാണ്. അവിടെ ഇങ്ങനെ സ്നേഹം, കരുണ, ശാന്തി, ആത്മീയത, എല്ലാം ക്ഷമിക്കുക, സഹിക്കുക എന്നൊക്കെ പറയുന്ന ഒരു തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവർ ഈ താഴെ തലത്തിൽ കിടന്ന് പരാതി, കുറ്റം, കുറവ് എന്നൊക്കെ പറഞ്ഞ ബ്ലാ 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 എന്നാണ് പറയുന്നത്. അത് അങ്ങനെ പറയരുത്. അപ്പോൾ ഗുരുക്കന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യം തുടക്കത്തിലൊന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പിന്നെ പറയും നിർത്തും, ഇതല്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ പറയുന്ന അല്ല കാര്യം. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ രമണ മഹർഷിയുടെ ഒരു ഇൻസിഡൻ്റാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് രമണ മഹർഷി ഏറ്റവും ശാന്തനായ ഒരു വ്യക്തിയാണ്, ഏറ്റവും ശാന്തനായ സന്യാസിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഞാൻ ആരാണ്, ഈ ചോദിക്കുന്ന ആൾ ആരാണ്, ഒന്ന് അന്വേഷിക്കൂ എന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോൾ അതല്ല, പ്രശ്നമുണ്ട്, ഭയങ്കര പ്രശ്നങ്ങളാണ്, പ്രോബ്ലമാണ്, ഇഷ്യൂസ് ആണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയും ഈ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിൽ, സുഷുപ്തിയിൽ ഇതുണ്ടോ? നിങ്ങൾ ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ സുഷുപ്തിയിലുണ്ടോ? അപ്പോൾ ഇല്ല. അപ്പോൾ ഉണർന്ന് വന്നപ്പോഴല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഉണർന്നത് ആരാണെന്ന് കണ്ടുപിടിക്കൂ. അഹന്ത എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഉണർന്ന ആരാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഉണർന്ന ആളിനെ ഉണർന്നിരുന്നുകൊണ്ട് തന്നെ ഉറക്കൂ, ആ മനസ്സിനെ. എന്നുവെച്ചാൽ ഉണർന്നിരുന്നുകൊണ്ട് തന്നെ സുഷുപ്തി ഉണ്ടാക്കൂ. അങ്ങനെ സുഷുപ്തി ഉണ്ടായി മനസ്സും കംപ്ലീറ്റ് നിശ്ചലമാകുമ്പോൾ ഉണർന്നിരുന്നുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഈ കാണുന്ന പ്രശ്നങ്ങൾ അവിടെ കാണുന്നുണ്ടോ, ഈ പ്രോബ്ലങ്ങൾ കാണുന്നുണ്ടോ? പിന്നെ നിങ്ങൾ മനസ്സിൽ എന്താണ് ഈ ലോകത്തിൻ്റെ സത്യം, അങ്ങനെ ഒരു സത്യം കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ മനസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് വല്ല സംശയമോ പ്രശ്നമോ പ്രോബ്ലം ഉണ്ടോ എന്നാൽ അതിന് ഞാൻ ആൻസർ തരാമെന്നൊക്കെ പറയുമ്പോൾ ഒരു യോഗിയായിട്ടുള്ള, ഒരു ബുദ്ധിജീവിയായിട്ടുള്ള ഒരു മനുഷ്യൻ വന്ന് രമണ മഹർഷിയുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളെന്താ ഇത് കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കം തുടങ്ങിയപ്പോൾ അവസാനം ഗതിയില്ലാതെ രമണ മഹർഷി ഒരു വടി എടുത്തുകൊണ്ട് അടിക്കാൻ പോയി. ആൾ പേടിച്ച് ഓടിക്കളഞ്ഞു. അവസാനം രമണ മഹർഷി ആശ്രമത്തിൻ്റെ ഗേറ്റ് വരെ ഓടി ഇയാൾ അടിക്കാൻ. അപ്പോഴത്തേക്ക് ശിഷ്യന്മാരൊക്കെ അന്തം വിട്ടു, എന്താ ഇത്? അപ്പോൾ ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു ഈ പ്രവൃത്തിയിൽ ഞാൻ സമ്പൂർണ്ണനായിരുന്നു. അതായത് പൂർണ്ണമായി ഏത് പ്രവൃത്തിയും ചെയ്യും ജ്ഞാനികൾ. അല്ലാതെ ഈ പറയുന്നതിനൊക്കെ നമ്മൾ ബുദ്ധിമാന്മാർ വിചാരിക്കുന്നതിനൊക്കെ നല്ല ശാന്തമായ പ്രവൃത്തി, ഇങ്ങനത്തെ പ്രവൃത്തി അങ്ങനെയല്ല, ഈ സമ്പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുക, അതാണ് ആത്മീയത. അപ്പൊ അടിക്കാൻ പഠിച്ചു. അപ്പൊ അതുപോലെ ഞാൻ പറയുന്ന ഇതേപോലത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ, നമ്മൾ ആധ്യാത്മികമായിട്ട് സംസാരിക്കുന്ന നമ്മളടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെന്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ഗതികേടെന്നാണ് പറഞ്ഞത്. അല്ല എന്നെ ആരെങ്കിലും നിർബന്ധിച്ച് എന്നെ എന്തെങ്കിലും ചെയ്യിക്കുന്നതെന്നല്ല. എനിക്കൊരു ഗതികേടുണ്ടായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇതൊക്കെ സംസാരിക്കുന്നത്. അത് ഒരാൾ എന്തിനിങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നത് ഇയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതാണ് ഇയാളുടെ വിഷയം. ഒരാളിങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞ ഈ പറയുന്ന മനസ്സിൻ്റെ ആധ്യാത്മികമായിട്ട് നിങ്ങൾ ഉണർന്ന് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള മനസ്സ് സ്റ്റോപ്പ് ആകുമ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഫീൽ ചെയ്യുമെന്നും, അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആധ്യാത്മികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലെ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം അഴിഞ്ഞ് നിങ്ങളുടെ ജീവൻ മുക്തമായി സ്വതന്ത്രമായി നിങ്ങൾക്ക് മുക്തി മാർഗത്തിലേക്ക് പരിണമിക്കണമെങ്കിൽ ഇതുപോലുള്ള സൽപ്രവൃത്തികളൊക്കെ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാളിലൂടെ സംഭവിക്കുന്ന പ്രവൃത്തികളെ അയാൾ അനുവദിക്കുകയാണ്. അയാളുടെ ജീവനിൽ എന്തെങ്കിലും കർമ്മം ഉണ്ടാവും. അപ്പോൾ
അങ്ങനത്തെ ഒരു പ്രവൃത്തി നമ്മളിലൂടെ സംഭവിക്കുന്നതിനെ നമ്മൾ സംഭവിക്കാൻ അനുവദിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇതൊക്കെ പെരുമാറുന്നത്. അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലാവില്ല. പുള്ളിക്കാരനെ സംബന്ധിച്ച് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും പണം, എന്തെങ്കിലും ദുരുദ്ദേശം, കള്ളത്തരം, കാപട്യം, ഇത് മാത്രമാണ് മനുഷ്യർക്ക് പ്രവർത്തിക്കാനുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കള്ളത്തരം, കാപട്യം, സ്വാർത്ഥ താല്പര്യം, പണം. ഇതാണ് പുള്ളി വിചാരിച്ചേക്കുന്നത്. അല്ലാതെ നിസ്വാർത്ഥമായിട്ട് ഒരു ലക്ഷ്യങ്ങളും ഇല്ലാതെ ഒരാൾ ആധ്യാത്മികനായിട്ടുള്ള ഒരു വ്യക്തി സതുദ്ദേശത്തിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യം പുള്ളിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നില്ല. അപ്പം പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ സത്യം, കാര്യം എൻ്റെ അമ്മാമ്മ ടീച്ചറാണ്, അച്ചാച്ചൻ ടീച്ചറാണ്, അമ്മ ടീച്ചറാണ്, അച്ഛൻ ലൈബ്രറിയാണ്, പുസ്തകങ്ങളുടെ ഇടയിലാണ്. അപ്പം നമ്മൾ കൊച്ചിലേ തന്നെ സത്യം എന്നും പറഞ്ഞ് സത്യം പറയണം, സത്യമാണ് എന്നൊക്കെയാണ്, സത്യത്തിന് വലിയ വാല്യൂ ഒക്കെ കൽപ്പിച്ചിട്ട് വളർന്നു വന്ന നമ്മുടെ കോൺഷ്യസ്നെസ് കൊണ്ടേ ഈ സത്യത്തിന് ഇത്രയും വാല്യൂ കൽപ്പിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ വന്നിട്ട് നമ്മൾ തന്നെ ഇത്രയും അസത്യവും കള്ളത്തരവും കാപട്യവും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ്. ആക്ച്വലി വിഷമമല്ല ഉണ്ടാകുന്നത്. നമ്മളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അസത്യവും കള്ളവും കാപട്യവും ഒക്കെ ഉള്ള ആൾക്കാരാക്കി മാറ്റുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ ഗുരു ഇത്രയും ദൈവികമായിട്ടുള്ള ഒരു ഗുരു വന്നപ്പോൾ ഗുരുവിനെ എന്തെല്ലാം പറഞ്ഞേക്കുന്നു. ശിവഗിരി ആശ്രമത്തിൽ വെച്ചായാലും പിൽക്കാലത്തായാലും എന്തെല്ലാം ആൾക്കാർ പറഞ്ഞേക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെയൊക്കെ ഇതല്ലേ കള്ളത്തരം എന്നല്ലേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇതേപോലുള്ള കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഇയാളിപ്പോൾ എന്നെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്നെ എങ്ങനെ നിയന്ത്രിക്കുകയാണ്, എല്ലാവരും കൂടെ നിയന്ത്രിക്കണം. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ വിചാരിച്ചു, എന്നെക്കുറിച്ച് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ആലോചിക്കുകയാണ്. അതായത് ഞാൻ ചെറുപ്പത്തിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വളരെ ബഹുമാനം തന്നിട്ടുണ്ട്. കാര്യം അവർ നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന, ഒന്നും പറയാതെ, പറയുന്നത് ഇഷ്ടമല്ല, തന്നെത്താനെ എന്നെ എല്ലാം അനുസരിച്ച് നല്ല കാര്യങ്ങളെ ചെയ്യൂ പുള്ളി. അപ്പം അങ്ങനെ ഒരാളായതുകൊണ്ട് കൊച്ചിലെ എന്നെ നമുക്ക് ബഹുമാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മ, അതായത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലുള്ള ഒരു ടീച്ചർ വന്ന് അകാരണമായിട്ട് വഴക്ക് ഭയങ്കര വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന് സ്കൂൾ വിട്ട് നേരെ അമ്മാമ്മ വീട്ടിൽ പോയി. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇനി പഠിത്തമൊന്നും വേണ്ട, എനിക്കിനി ജീവിതത്തിൽ പഠിത്തം വേണ്ട, ഞാൻ സ്കൂൾ ഉപേക്ഷിക്കുന്നതായിട്ട് തീരുമാനിച്ച് അമ്മാമ്മ വീട്ടിലങ്ങ് നിന്നു. അവിടെ പോയി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നു. അപ്പോൾ അമ്മാമ്മ എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഉടനെ തന്നെ ഈ ടീച്ചർ, അമ്മയും ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ ഈ ടീച്ചർ ഉടനെ തന്നെ അമ്മാമ്മ വീട്ടിൽ വന്ന് എന്നെ സ്നേഹിച്ച് വിളിച്ച് തലോടി സന്തോഷമായിട്ട് എന്നെ തിരിച്ച് കൊണ്ടുപോവുകയും പിന്നെ ഞാനുമായിട്ട് ഭയങ്കര കാര്യമാവുകയും ഈ ടീച്ചർ എന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ കൂടെ കൊണ്ട് നിർത്താമോ എന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര സ്നേഹമായി. എന്ന് പറഞ്ഞാൽ അന്നേ നമ്മളാരും വഴക്ക് പറയുന്നത് നമുക്ക് ഇഷ്ടം, നമ്മൾ ആരുടെയും നിയന്ത്രണത്തിൽ വന്നിട്ടില്ല എന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പിന്നീട് എനിക്ക് അന്നത്തെ കാലത്തൊരു ഈ ചിത്രരചന മത്സരം, അപ്പോൾ ചിത്രരചനയിൽ മത്സരിക്കുമ്പോൾ നമ്മൾ അന്നേ ഒത്തിരി വലിപ്പം ഉള്ളതുകൊണ്ട് LP ക്ലാസ്സുകളിലായിരുന്നപ്പോൾ തന്നെ UP കാറ്റഗറിയിൽ അമ്മയോടുള്ള എന്തോ ദേഷ്യമാണെന്നാണ് അമ്മ പറയുന്നത് ടീച്ചേഴ്സിനൊക്കെ. നമ്മളെ UP സെക്ഷനിലാക്കി. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് മത്സരിച്ച് LP-കാരനായ ഞാൻ, LP സെക്ഷനിലുള്ള ഞാൻ 4ാം ക്ലാസ്സിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, UP സെക്ഷനിൽ മത്സരിച്ച് എനിക്ക് അവിടെ ഫസ്റ്റായി. അത് സബ് ജില്ലാ തലത്തിൽ പോയി, യുവജനോത്സവത്തിൽ പോയി, ജില്ലാ തലത്തിൽ പോയി ഫസ്റ്റായപ്പോൾ, വലിയ കുട്ടികളോട് മത്സരിച്ച് ഫസ്റ്റായപ്പോൾ എൻ്റെ ഫോട്ടോയൊക്കെ പേപ്പറിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അന്ന് അങ്ങനെ ഫോട്ടോയൊക്കെ പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാനിത് ആരെടുത്തും പറഞ്ഞില്ല. അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ അറിഞ്ഞു വന്ന് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ട്യൂഷനുള്ള ടീച്ചറൊക്കെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഈ കുട്ടി എന്ത് തരം കുട്ടിയാണ്, ഇവൻ്റെ ഫോട്ടോ പേപ്പറിൽ വന്നിട്ട് നമ്മളടുത്തൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ പേപ്പർ നോക്കുമ്പോൾ കാണുകയാണ് ഇവൻ്റെ ഫോട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാണുകയാണ്. എന്നിട്ട് അതിനും ആ ടീച്ചർ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു. അതായത് ഈ കുട്ടി പിന്നെ വളരെ ഇത്രയ്ക്ക് ഇങ്ങനെയുള്ളൊരു പക്വതയുള്ളൊരു കുട്ടിയാണല്ലോ. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് ഈ അന്നത്തെ കാലത്തൊരു സ്വഭാവമുണ്ട്, ഈ ഒരു സാക്ഷി ഭാവം പോലെ വന്നിട്ട് ഈ പടമൊക്കെ വരയ്ക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര കഴിവായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൈവച്ച് ഇങ്ങനെ വഴയ്ക്കുമ്പോൾ അതൊക്കെ നല്ല പടം ആകെയല്ലേ. അപ്പോൾ അതൊരു വലിയൊരു കഴിവായിട്ടൊന്നും തോന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നമുക്ക് പ്രൈസൊക്കെ ഇങ്ങനെ കിട്ടുന്നു, അത്ഭുതം പോലെ. നമുക്കും അതൊരു അത്ഭുതം, ഇതെങ്ങനെ കിട്ടുന്നു, ആ പടവും ചിത്രവും ഒക്കെ കിട്ടുന്നു എന്ന്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര അഹങ്കരിക്കാൻ പറ്റാത്തൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. കൊച്ചു പ്രായത്തിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഈ പിന്നെ പഠിക്കുന്നതിലും മാർക്ക് കിട്ടുന്നതിലും അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പുകഴ്ത്തുമ്പോൾ നമുക്കങ്ങനെ അഹങ്കരിക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് ഇതങ്ങ് നാച്ചുറലി സംഭവിക്കുന്നതല്ലേ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഇവരതിനും വലുതായിട്ട് പുകഴ്ത്തുന്നു. അപ്പോഴും എനിക്ക് വിഷമമാണ്. കാര്യം ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? കാര്യം ഇതെങ്ങനെ നമ്മുടെ ഒരു ഈ നാച്ചുറലായിട്ടാണ് തോന്നുന്നത് നമുക്ക്, അല്ലാതെ നമ്മളൊരു ഭയങ്കര ഇതൊന്നും കഴിവായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ
വന്നപ്പോൾ ഇതൊക്കെ ഈ കൊച്ചു പ്രായത്തിലെ നമുക്ക് വളരെ ഒരു ബഹുമാനം കിട്ടിയിരുന്നു, ആൾക്കാരിൽ നിന്ന് ബഹുമാനം കിട്ടിയിരുന്നു. അതിനുശേഷം ഒരു മുതിർന്ന പ്രായത്തിൽ വന്നപ്പോൾ മറ്റൊരു ടീച്ചർ ഇതേപോലെ വഴക്ക് പറഞ്ഞു. ഞാൻ നേരെ അധ്യാപകരുടെ അടുത്ത് തർക്കുത്തരം പറയരുതെന്നുള്ളൊരു വിവരമുണ്ട്. അപ്പം ഞാൻ നേരെ ഇറങ്ങി അങ്ങ് പോയി. പിന്നെ ഈ ടീച്ചറും വന്ന് എന്നെ പിന്നെ കാര്യം അവരുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഇങ്ങനെ പെരുമാറുന്നത്. അവരെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അധ്യാപകരാണ്. അപ്പോൾ അവർ പിന്നെ എൻ്റെ അടുത്ത് ജീവിതത്തിൽ ഭയങ്കര കാര്യമാണ് ഇങ്ങനെ ഞാൻ കാണിച്ചിട്ടുള്ളവർ. അതുപോലെ കോളേജിൽ വെച്ചും ഒരുക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ പൊയ്ക്കോളാം, എന്നാൽ പിന്നെ നമുക്ക് യോജിച്ച് പോകാൻ പറ്റില്ല. പക്ഷേ പിന്നെ കോളേജിൽ വെച്ച് ഈ പ്രൊഫസർ പിന്നെ ഭയങ്കര കാര്യമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്നു മുതലേ നമ്മൾ ഒന്നിനും ഈ ആരും പറയുന്ന കേൾക്കാൻ നിൽക്കാറില്ല. പിന്നെ എന്തിന് കോളേജിലൊക്കെ വെച്ച് എല്ലാവരും പേടിച്ച് വിറയ്ക്കുന്ന അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ നമ്മൾ ആ ഒരു പ്രിൻസിപ്പലിനോടൊക്കെ ഒരു ന്യായമായ കാര്യത്തിന് തർക്കിക്കുന്ന സ്വഭാവമാണ്. അവിടെ പോയി പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്ന് നമ്മൾ തർക്കിക്കുകയും ആൾക്കാരൊക്കെ അന്ന് സ്റ്റുഡൻസും നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ അതിശയിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ന്യായത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അന്ന് വളരെ ചെറുപ്പത്തിലേ തന്നെ. അപ്പോൾ എന്നെയൊക്കെ ഈ പല ഓഫീസിലും കൊണ്ടുപോകാൻ അമ്മയ്ക്ക് പേടിയാണ്. കാര്യം അമ്മ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവർ ഈ ഓഫീസുകളിലൊക്കെ എല്ലാം ഇഴയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നാളെ വാ എന്ന് പറയുമ്പോൾ ഞാൻ കയറി തർക്കിക്കാൻ സാധ്യതയുണ്ട്. അമ്മയ്ക്ക് പേടിയാണ്. അമ്മ എൻ്റെ അടുത്ത് ആദ്യമേ പറയും, മോനെ നീ അവിടെ ചെന്ന് ഒന്നും പറയല്ലേ, ഞാനത് നൈസാ സാധിച്ചോളാം. അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് പറയും നീ ഒന്നും പറയല്ലേ എന്ന് പറയും. പക്ഷേ എന്നാലും ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ഇതേപോലെ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസ് ചെന്നപ്പോൾ നാളെ വാ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് നാളെ വാ എന്നും പറഞ്ഞ് പല പ്രാവശ്യം ചെന്ന് അവസാനം ഒരു ദിവസം ഗതി മുട്ടി ഞാൻ സൂപ്രണ്ടിൻ്റെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിലും കൊണ്ട് കൊടുത്തു. സാറേ ഇതാ ഒപ്പിട്ടതാ. അപ്പോൾ പറഞ്ഞു ഇത് ആരെ എടുത്തോണ്ടെന്ന് ഇറങ്ങടാ പുറത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ ഇത്രയും നാളെ കൊണ്ട് ഇതിന് നടക്കുന്നത്, സാറ് ഇതൊക്കെ ഇതിനു വേണ്ടിയാണ് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്, സാറ് ഈ ജോലി ചെയ്യണം, അത് ഞാൻ ഇനി ആര് പറഞ്ഞാലും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ആശ്രമത്തിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ ഇനി ദൈവം എന്ന് പറഞ്ഞാലും ഞാൻ ഇത് ഒപ്പിടില്ല എന്നും പറഞ്ഞ് ഇറങ്ങ പുറത്തെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇയാളെ പാഠം പഠിപ്പിക്കുന്നത്. ഞാൻ നേരെ വന്നു മീഡിയയും എല്ലാവരെയും വിളിച്ചു. അപ്പോൾ അവിടുത്തെ കുറേ ആൾക്കാർ എല്ലാവരും ആവലാതി പറഞ്ഞു എൻ്റെ അടുത്ത്, ഇത് ഇയാൾ ആർക്കും ഒന്നും ഒപ്പിട്ട് കൊടുക്കുക ജോലി ചെയ്യുന്നില്ല. ഞാൻ പിന്നെ മീഡിയ എല്ലാം വിളിച്ചു, എല്ലാവരെയും വരുത്തി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ചെന്നിട്ട് അടുത്ത ദിവസം ചെന്നിട്ട് വിളിച്ചാൽ മതി, വരാം, ഇതിനെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം, ഒരു തെറ്റായ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്നും പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഭാഗ്യത്തിന് ഈ പഞ്ചായത്ത് സെക്രട്ടറി എവിടെ പോയിരുന്നു, സൂപ്രണ്ടിന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു ഇംഗ്ലീഷിൽ, നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണം, ഞാൻ ഇത്ര മണിക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സൂപ്രണ്ടിന് ലെറ്റർ അയച്ച് അവസാനം സൂപ്രണ്ട് ഓൺ ബിഹാഫ് ഓഫ് സെക്രട്ടറി ഒപ്പിട്ട് തന്നിട്ട് കൈ വറച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു സാറേ ഇപ്പം മീഡിയ മൊത്തം ഇവിടെ വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സോറി ഒന്നും ചെയ്യില്ലേ, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ഒപ്പിട്ട് തന്നിട്ട് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. കാര്യം നിങ്ങളൊരു നല്ല ഇതാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് എവിടെയും എല്ലാം ഇപ്പോൾ ഈ പോത്തങ്കോട് SBIയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ വന്നത് ഞാൻ കാരണമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഇതേപോലെ ഞാൻ ചെന്നപ്പോൾ അവിടെ ആളും നോക്കാനൊന്നും ആരുമില്ല. കുറേ നേരം നിന്ന് ഞാൻ അഡ്രസ്സ് മാറ്റുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരുമില്ല. ഞാൻ നേരെ ബോംബെയിലേക്ക് മെയിൽ അയച്ചു SBI ഹെഡ് ഓഫീസിൽ. പിന്നെ അവിടെ നിന്ന് എന്നെ വിളിച്ചു, ട്രിവാൻഡ്രം ഹെഡ് എന്ന് വിളിച്ചു, ഇവിടെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഒരു ക്ലാസ് തന്നെ എടുത്തു, എന്തുകൊണ്ട് HDFC ബാങ്ക് ഇതാവുന്നു, നിങ്ങൾ എന്തുകൊണ്ട് താഴെ പോകുന്നു, നിങ്ങളെ കസ്റ്റമർ കെയർ എന്താണെന്നൊക്കെ പറഞ്ഞ് അവസാനം അവരവിടെ പുതിയ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്ത് എന്നെ ബാങ്ക് മാനേജർ വിളിച്ച് മാപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ ഇതേപോലെ വള്ളക്കടവിലുള്ള ബ്രാഞ്ച് ചെന്നപ്പോൾ അവിടുത്തെ ആളും ഇതേപോലെ ഇറസ്പോൺസിബിളായിട്ട് പെരുമാറി. നമ്മൾ അവരുടെ ബ്രാഞ്ചിൻ്റെ ഹെഡ് ഓഫീസിൽ അയക്കുകയാണ്. അവിടെ നിന്ന് ആൾ വന്ന് അവസാനം നമ്മളെ ഈ ആൾ വിളിച്ച് സോറി പറയും. അങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ എന്തിന് വോട്ടേഴ്സ് ID, ഞാൻ ഈ വോട്ടേഴ്സ് ID, ആധാർ കാർഡ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ഓൺലൈനിൽ നമ്മൾ ചെയ്യേണ്ടതങ്ങ് ചെയ്യും. അത് അവർ ബാക്കിയുള്ളത് ചെയ്തില്ലെങ്കിൽ നേരെ അതിൻ്റെ സെക്ഷനിലേക്കാണ് എൻ്റെ മെയിൽ പോകുന്നത്. മെയിൽ പോയിട്ട് പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ അയ്യോ ഇത് എവിടെന്നോ ഡൽഹിയിൽ നിന്ന് വിളിച്ച ആളാണ് ഇതായി വരുന്നത്, എനിക്ക് കാര്യം സാധിച്ചു തരും. എയർടെലിൻ്റെയൊക്കെ ഓഫീസിൽ ചെന്ന് അവിടെ കാര്യം നടന്നില്ലെങ്കിൽ എയർടെലിൻ്റെ ഏറ്റവും വലിയ ഓഫീസിലാണ് എൻ്റെ ഫോൺ കോൾ പോകുന്നത്. അവസാനം അവിടുത്തെ ആളൊക്കെ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കേരളത്തിലെ എല്ലാ കാര്യവും എന്നെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട്. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയൊക്കെ ഏതൊക്കെ ഓഫീസിലും എല്ലാ സ്ഥലത്തും എവിടെ പോയാലും എന്ത് കാര്യം കണ്ടാലും അതിൽ പ്രതികരിക്കും. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഈ ഇടയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ ടൈം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നില്ല. പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഏറ്റവും ടോപ്പ് ഓഫീസുകളിലെല്ലാം എൻ്റെ ഇമെയിൽ പോയി. അവസാനം ഇവിടെ നിന്നും പോസ്റ്റ് ഓഫീസിൽ നിന്ന് എല്ലാവരും എന്നെ വിളിച്ച് തിരിച്ച് ഇൻവെസ്റ്റിഗേഷൻ വരെ നടത്തി. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെത്. ഇത് ആക്ച്വലി നമുക്ക് അധികാരമോ പദവിയോ ഒന്നും വേണ്ട. ഒരു പൗരൻ്റെ ധർമ്മം, പൗരബോധം മാത്രം
എടുത്തുകൊണ്ട് പൗരന് ധർമ്മം പ്രവർത്തിക്കാൻ അറിയാമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആശ്രമ സ്വഭാവത്തിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ വന്ന് ഒതുങ്ങി നിൽക്കുന്നത്. ഞാൻ എന്ത് കണ്ടാലും കേട്ടാലും ആശ്രമ സ്വഭാവത്തിൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഗുരുവിൻ്റെ സ്ഥലമാണ്, ഇവിടെ നമ്മൾ ഒന്നും ചോദിച്ചുകൂടാന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും കുമ്പിട്ട് വളരെ കുമ്പിട്ട് ഒബീഡിയൻസ് ആയിട്ട് ഞാൻ നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ആശ്രമം മാത്രമാണ്. മറ്റെല്ലാ സ്ഥലത്തും എവിടെ എന്ത് കണ്ടാലും ഒരു അനീതിയോ അക്രമമോ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കണ്ടാൽ അപ്പം ഞാൻ ചോദ്യം ചെയ്തിരിക്കും. ഞാൻ വരിക്കും ഇത് ഞാൻ ചോദ്യം ചെയ്തില്ല പിന്നെ ആര് ചോദ്യം ചെയ്യും? എന്ത് കാര്യത്തിനും അങ്ങനെ ചോദ്യം ചെയ്യുന്ന, ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു വ്യക്തി ആണ് ഞാൻ. എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ അങ്ങനെ എന്നെ അനുസരിപ്പിക്കുമെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പിന്നെ ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ തന്നെ വന്നപ്പോൾ, ആശ്രമ സ്വഭാവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ ഞാൻ വരുമ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ അന്ന് ജ്യോതിർമയ സ്വാമി, അപ്പോൾ ജ്യോതിർമയ സ്വാമിയോടൊക്കെ വേദാന്തം പറഞ്ഞ് നമ്മൾ തർക്കിക്കുകയാണ്. വേദാന്തത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് എന്നും തർക്കിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് അന്ന് അറിഞ്ഞൂടെ. നമുക്ക് അന്ന് മാനിക്കണം എന്നുള്ളൊരു സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ. എന്തിന് ശിഷ്യപൂജിതയോട് പോലും പോയി ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഓരോ കാര്യങ്ങൾ അഭിപ്രായം ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ മറ്റേത് ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്ന ഒരു സ്വഭാവമാണ്. ഒരു ദിവസം ഞാനിങ്ങനെ അടുക്കളയിൽ കർമ്മം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നു, നാരങ്ങ വെള്ളം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നാരങ്ങ വെള്ളമായിട്ട് പോയപ്പോൾ അവിടെ ഗുരുരത്നസ്വാമി, ചൈതന്യസ്വാമി, എസ് കുമാർ സാറ്, നിർമ്മാത്മസ്വാമി, പ്രസിഡന്റ് സ്വാമി, സതീഷ് സാർ എല്ലാം കൂടെ ഇരുന്നൊരു മീറ്റിംഗ്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ഞാൻ നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അവർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വന്നപ്പോൾ ഞാൻ വായിച്ച ഗുരുവാണി. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. ഗുരു ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യമില്ല, നമ്മുടെ കഴിവ് തെളിയിക്കാനല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു സ്വഭാവത്തിനെ കുറിച്ച് പറയാൻ ഞാൻ പറഞ്ഞു ഗുരു ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് സാറ് ചോദിച്ചു അപ്പം നമ്മൾ ചർച്ച എവിടെ നിർത്തണോ? ഞാൻ പറഞ്ഞു ചർച്ച എവിടെ നിർത്തണ്ടേ, കാര്യം പറഞ്ഞ ഒരു അഭിപ്രായം പറഞ്ഞുകൂടി എന്നും പറഞ്ഞ് ചൂടായി. അപ്പോൾ പിന്നെ സ്വാമി ചൂടായി. അപ്പോൾ സ്വാമി ചൂടായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെയൊക്കെ ചർച്ച ചെയ്യാറുണ്ട്, ഒരു സന്യാസിക്ക് ദേഷ്യം വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ അത് കുളമായി. അവരെല്ലാവരും പിന്നെ അവിടെ ചർച്ച ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് പോയി ഒരു പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വരാൻ. അത് ഞാൻ പറഞ്ഞു പിന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണല്ലേ എന്നൊക്കെ പറഞ്ഞു. അല്ല. അപ്പോൾ പ്രസിഡന്റ് സ്വാമി പറഞ്ഞു നീ ഇവിടെ വന്നിരിക്കുക. അന്നത്തെ പ്രസിഡന്റ് സ്വാമി വളരെ സൗമ്യനായ വ്യക്തി. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെത്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ അന്നേ എല്ലാത്തിനും നമുക്ക് എന്ന് വെച്ചാൽ കൊച്ചിലെ മുതലേ ഇങ്ങനെ ഒരു ബഹുമാനം എല്ലാവരും തരുന്നുണ്ട്. എവിടെ ചെന്നാലും വീട്ടിലുൾപ്പെടെ നമ്മുടെ ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരായാലും എല്ലാ സ്ഥലത്തും ഒരു ബഹുമാനം, ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ബഹുമാനം തരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ എവിടെയും കയറി എന്തും സംസാരിക്കും. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് എനിക്ക്. പക്ഷേ അന്ന് അറിഞ്ഞൂടാ, നമ്മൾ കയറി സംസാരിച്ചു. അങ്ങനെ തിരിച്ചു വരുമ്പോഴുണ്ട് പ്രവീൺ ചേട്ടൻ വീട്ടിലിരുന്ന് ഭയങ്കര വിറയലും ദേഷ്യവും. പ്രവീൺ ചേട്ടനൊക്കെ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് പോകുന്ന ഒരു നല്ല ഡിവോട്ടിയാണ്. നമ്മളൊത്തിരി ഔട്ട് സ്പോക്കണാണ്. അപ്പോൾ ആരെ അനുസരിക്കാത്ത ഒരു പ്രത്യേക സ്വഭാവം. അപ്പോൾ പ്രവീൺ ചേട്ടൻ പറഞ്ഞു ഇത് എന്താണെന്നറിയാമോ, സ്വാമി ആരാണെന്നറിയാമോ, നീ എന്തറിഞ്ഞിട്ടാ സ്വാമിയോട് ഇങ്ങനെ സംസാരിച്ച്? സ്വാമി ഇത് ജെന്നിയോട് പറയും അറിയാമോ? അപ്പം ഞാൻ വിചാരിക്കുകയാണ് ജെന്നി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമല്ലേ. ഞാൻ പറഞ്ഞു ജെന്നിയെ ഞാൻ പറയാം, ജെന്നിയോട് ഞാൻ പറയാം, സ്വാമി എന്തിനു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അടുത്ത ദിവസം ഞാൻ ചെന്ന് ജെന്നിയോട് പറയുന്നു, ജെന്നി ഞാനിങ്ങനെ ഇവർ സഭയിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജെന്നി പറഞ്ഞു നീ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ അടിയുണ്ടാക്കുമല്ലോ, ഇനി പോട്ടെ സാരമില്ലെന്നും പറഞ്ഞ് എനിക്ക് വിളിച്ച് മുട്ടായിയൊക്കെ തന്നു. അപ്പോൾ ചൈതന്യസ്വാമി അടുത്ത് പോണ്ട്. എന്നിട്ട് ചൈതന്യസ്വാമിയുടെ ചെന്ന് പറഞ്ഞു സ്വാമി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ആശ്രമ ചുറ്റുപാടും അതിൻ്റെ ഒരു സ്വഭാവമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അറിയാതെ സ്വാമി ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ശിഷ്യപൂജ എന്തോ ഗുരുസ്വാമിയോട് പറഞ്ഞിട്ടാവാം സ്വാമി പിന്നെ എന്നെ എപ്പോൾ കണ്ടാലും വളരെ സ്നേഹവും ബഹുമാനവും, അല്ല ഒരു മാന്യത, ബഹുമാനം എന്നല്ല ഒരു മാന്യത, അദ്ദേഹത്തിനൊരു മാന്യതയുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. നമ്മുടെ ഒരു പരസ്പരം മനുഷ്യരെ ഒരു മാനിക്കുന്ന സ്വഭാവം. ഇപ്പോൾ ഞാനാണെങ്കിലും എല്ലാവരും ഒരു മാനിക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ വീടൊക്കെ വെക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പണിക്കാരൊക്കെ എപ്പോഴും പറയും എൻ്റെ ഒരു മാന്യതയുടെ ഒരു സ്വഭാവം. അപ്പം നമ്മളിങ്ങനെ ഒരു മാന്യത സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്, എല്ലാവരെയും മാനിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ പലരും ഈ മാന്യത ഇല്ലാത്തവരാണ്, സ്വയം മാന്യത ഇല്ലാത്തവരാണ് മറ്റുള്ളവരെ മറ്റുള്ളവരെ അപമാനിക്കുന്ന ഒരു സ്വഭാവം. അപ്പം നമ്മൾ അങ്ങനെയല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോൾ വീട് വെക്കുന്ന സമയത്തൊക്കെ ഇവിടെ പല പണിക്കാരും ഞാൻ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പം ഞാൻ തന്നെ ഈ പണിക്കാരെല്ലാം, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ ഈ പണിക്കാരെല്ലാം ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരെ വളരെ സ്നേഹത്തോടെ മാന്യതയോടെ റെസ്പെക്റ്റോടെ അവർക്ക് എല്ലാം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോഴും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഞാൻ പറയുന്നത് ചെയ്യാതിരുന്നാൽ അവിടെ ഞാൻ അപ്പം മീറ്റിംഗ് വിളിച്ച് കൂട്ടി എല്ലാവരുടെയും ജോലിയൊക്കെ നിർത്തി ഇങ്ങോട്ട് വരാൻ പറയും. എന്നിട്ട് വളരെ വലിയ ചർച്ചയൊക്കെ നടത്തി അവരെ ആത്മീയതയും എല്ലാം പഠിപ്പിച്ച് സത്യവും ധർമ്മവും പഠിപ്പിച്ച് എന്തിനി അവർ ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ ആ ജോലി ചെയ്ത് കാണിച്ചു കൊടുക്കും. ഞാൻ പറയും ഈ ജോലിയൊക്കെ എനിക്കറിയാം,
ഞാൻ ചെയ്യും, നിങ്ങൾ ചെയ്യുന്ന പോലെ ഞാൻ വേണമെങ്കിൽ ഇത് ചെയ്യും, ഒറ്റയ്ക്കെടുത്ത് ഇതൊക്കെ ഞാൻ വെയിറ്റ് എടുക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് അവരങ്ങനെ പറയുമ്പോൾ അവസാനം നമ്മുടെ മേശിരി മറ്റുള്ളവരുടെ പറഞ്ഞ് സാറ് പാവമായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും, പക്ഷെ സാറ് ആര് പറഞ്ഞാലും കേൾക്കൂല, സാറിന് ഒരു ചിന്തയുണ്ട്, അതുപോലെ പോകും. അപ്പം ഇങ്ങനെ അദ്ദേഹം മറ്റു മേശിരി അടുത്ത് പറഞ്ഞ വാചകമാണ്, സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്കും പറ്റില്ല, സാർ ആര് പറഞ്ഞാലും കേൾക്കൂല, ആര് പറഞ്ഞാലും കേൾക്കൂല. പുള്ളിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നോട് ഇങ്ങനെ ഇവര് തന്നെ പല ആൾക്കാരെ കുറിച്ചും കുറ്റം പറഞ്ഞു, ഇന്ന ആള് ശരിയാവൂല, ഇന്ന ആളിന് ഇന്ന കുഴപ്പങ്ങളുണ്ട്, മറ്റാണെന്നൊക്കെ പറഞ്ഞ് എത്ര പറഞ്ഞാലും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു ധർമ്മബോധത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനം ഞാൻ നടപ്പാക്കും, ഞാൻ അതിൽ തന്നെ ഉറച്ചു. അപ്പോൾ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അടുത്ത് മനസ്സിലായപ്പോൾ വളരെ സ്നേഹനിധിയാണ്, വളരെ ബഹുമാനമാണ്, മാന്യതയാണ്, പൈസ അവരെ കൊടുക്കും, അവരുടെ അടുത്ത് വളരെ ബ്രദർഹുഡ് എല്ലാം ആണെങ്കിൽ പോലും പുള്ളിയെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം മറ്റ് മേശരിക്ക് പറഞ്ഞു കൊടുക്കുന്നു, പുള്ളിയെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സാറിനെ അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കും, പക്ഷേ പുള്ളിയുടെ സ്വഭാവം ഇതാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹം എന്നെ നേരിട്ട് മനസ്സിലാക്കിയ ഒരാൾ എന്നെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം ഇതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ അന്നു മുതലേ ഞാൻ നോക്കുമ്പോൾ എന്നെ ആരും എൻ്റെ അടുത്ത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനോ വന്നിട്ടില്ല. ഞാനും ആരെയും ശല്യം ചെയ്യില്ല. ഞാൻ വളരെ സോഫ്റ്റായിട്ട് വളരെ നല്ല രീതിയിൽ എന്നെക്കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യൂ. ഞാൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. ആകെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ഒരു വിഷമത്തിൻ്റെ മുമ്പിൽ നമ്മളെത്തി തിരിഞ്ഞു നിന്നു. ഇതാണ് സംഭവിച്ചത്. നമ്മൾ ഈ ഒരു വിഷമത്തിൽ, ഒരു സ്ത്രീയുടെ ഒരു വിഷമത്തിൽ ഒത്തിരി തിരിഞ്ഞു നിന്നപ്പോൾ അതിനാണ് ഞാൻ ഈ ചീത്ത പേരും ഈ കേൾക്കാനുള്ള ഇവരുടെയൊക്കെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വന്ന ഇതിനു വേണ്ടി മാത്രമാണ്. പക്ഷേ അല്ലാതെ എന്നെ സംബന്ധിച്ച് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സൂക്ഷിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ആരെയും ഞാൻ ഉപദ്രവിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഒന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന നല്ല രീതിയിൽ ചെയ്ത് നമ്മൾ പോകുന്നു. പക്ഷേ ഇന്ന് വരെ നമ്മുടെ ഒരു മേധാശക്തി നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ മുമ്പിൽ കൊണ്ട് അടിയറവ് വെച്ചിട്ടില്ല. അങ്ങനെ അടിയറവ് വെക്കാതെ മര്യാദയ്ക്ക് അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ജീവിക്കുന്നവരെ ആരും അടിമയാക്കാൻ വരേയില്ല. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ നിയമവും കാര്യങ്ങളും ചിട്ടകളും മറ്റു കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നോക്കി നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേലെ ആരും അടിമയാക്കാൻ വരില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട നമ്മുടേതായ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കി മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാതെ പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ അടിമയാക്കാൻ വരാറില്ല. അപ്പം അങ്ങനെ ജീവിച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ മുമ്പിലാണ് മാത്രമാണ് തല കുമ്പിട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഗുരുവിൻ്റെ മുമ്പിൽ തല കുമ്പിട്ടത് അത് ആധ്യാത്മികമായിട്ടുള്ള ഒരു വശത്ത് നിന്നുകൊണ്ടാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ മുമ്പെ കൊണ്ട് തല കുമ്പിട്ടതല്ല. ആധ്യാത്മികമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ നമ്മൾ എവിടെ തല കുമ്പിടും? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവതുല്യനായ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ തല കുമ്പിട്ടതല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഒരു സ്ഥലത്തും പോയി തല കുമ്പിട്ടിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലത്തും ആരും നമ്മളെ ഇന്നുവരെ ഭരിക്കാനോ നമ്മളോട് സംസാരിക്കാനോ വന്നിട്ടില്ല. അപ്പോൾ ഈ പുള്ളി പറയുന്നത് നമ്മൾ ആരോ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിയന്ത്രിക്കുന്നു. നമ്മുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുന്നു, അവന് പേടിയാണ്. എന്ത് പേടി? ആരെ പേടി? ഇപ്പോൾ നമ്മുടെ വിവാഹം അത് മറ്റേ ചെമ്പഴുതി കൊണ്ട് നടത്താൻ പറഞ്ഞു. ആര് പറയുന്നത്? എൻ്റെ അടുത്തൊന്നും ശിഷ്യപൂജ ഈ കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ സത്യം പറഞ്ഞ ശിഷ്യപൂജ എടുത്ത് പണ്ട് സംസാരിച്ചിട്ടുള്ള, അതിനുശേഷം കുറച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് സാധാരണ കാര്യങ്ങൾ സംസാരിക്കുന്ന അല്ലാതെ ഒരു കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പം ഈവൻ നമുക്ക് ഗുരുവിനെ പോലും കാണാനോ പേഴ്സണലായിട്ടൊന്നും കാണാനോ ഒന്നിനും ഉള്ളൊരു സൗകര്യമില്ല. നമുക്ക് ഈ പറയുന്ന ഓഫീസ് അതോറിറ്റീസും ആരുമായിട്ടും നമുക്കൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പം നമുക്ക് സാധാരണ വ്യക്തികൾക്കുള്ള ഒരു പ്രിവിലേജ് മാത്രമാണുള്ളത്. സാധാരണ ഒരു വിശ്വാസി എങ്ങനെ ഗുരുവിനെ കണ്ടുപോകും, നമുക്കത് മതി. അതിൻ്റെ അപ്പുറത്തെ ഒരു പ്രിവിലേജ് എന്തിനാ? ദൈവത്തിൻ്റെ ഒരു സന്നിധി വന്നിട്ട് നമുക്ക് എക്സ്ട്രാ പ്രിവിലേജിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ അതെല്ലാം കളഞ്ഞിട്ട് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് എല്ലാം വേണ്ടാന്ന് വെച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നത്. അല്ലെ ഇവിടെ വന്നിട്ട് ഇനി നമുക്ക് എന്ത് പ്രിവിലേജാണ് വേണ്ടത്? അപ്പം നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കുന്നു. അപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ ഇയാള് പറയുന്നു അല്ല, ഇപ്പൊ ഈ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഇയാൾ പറയുന്നു നമ്മളെ നിർബന്ധിച്ച് അവിടെ കൊണ്ടാക്കി. ഇപ്പൊ മറ്റേ അങ്ങേര് പറയുന്നു ഇന്ദ്രിയം കൊണ്ട് ലോക്കാക്കി. അല്ല, അപ്പൊ ഇന്ദ്രിയം കൊണ്ട് ലോക്കാക്കിയെങ്കിൽ ആ നല്ല പ്രായത്തിലേ പോണ്ടേ, ഓടിപ്പോണ്ടേ? സാധാരണ ഇന്ദ്രിയം കൊണ്ട് ലോക്കാക്കുന്നവരൊക്കെ ചെറുപ്പക്കാർ വീടും കൂടും എല്ലാം കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോവുകയല്ലേ ചെയ്യുന്നത്. അതിന് ഈ 10 വർഷം വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ പ്രേമം മൂത്താലും ഓടിപ്പോണ്ടേ? അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തി നമ്മളോട് ഇങ്ങനെ വന്ന് വളരെ വിഷമമായിട്ട് സംസാരിച്ച് അവർക്ക് ആരുമില്ല, അല്ലെങ്കിൽ മറ്റൊരു ആ ദുഃഖത്തിൻ്റെ മുമ്പ് നമുക്ക് തിരിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും എന്നോട് ആ കാലഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങളെന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്, നിങ്ങളെന്തിനാ നോക്കും, നിങ്ങളുടെ കാര്യം നോക്കി പൊയ്ക്കോളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ കാര്യം നോക്കിപ്പോയാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കിഷ്ടമുള്ള ഏത്
പെൺകുട്ടിയായാലും ഏത് വ്യക്തികളായാലും നമുക്ക് ആ പെൺകുട്ടികളെ വിവാഹം കഴിക്കാനൊക്കെ ഉള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ടായിരുന്നു. നമുക്കിപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് നമ്മുടെ അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിയിൽ നമുക്കിപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഏറ്റു പിടിക്കേണ്ട കാര്യം എന്താണ്? പിന്നെ ചിലർ പറയുന്നുണ്ട് നമ്മൾ വിവാഹമൊക്കെ ഗുരുവിനെ നിർബന്ധിച്ച് നടത്തി. അപ്പം ചിലർ പറയുന്നത് നിർബന്ധിച്ച്, ചിലർ ഇവർ നടത്തിയില്ല, നടത്തി, അല്ലെങ്കിൽ അതിനൊക്കെ പല കഥകളാണ് അവർ അങ്ങ് മെനഞ്ഞു വെക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് പിന്നെ ഇയാൾ പറയുന്നു പിന്നെ ഉദ്ദിഷ്ട കാര്യം. അപ്പം ഈ ഉദ്ദിഷ്ട കാര്യം നടത്താനാണെങ്കിൽ ഇപ്പോൾ എനിക്കും അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയുണ്ട്, ആശയ്ക്കും അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ ഒരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ രീതിയിലല്ല വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്കെന്തിനാ, നമ്മുടെ കാര്യമാണെങ്കിൽ പിന്നെ ആശ്രമം വിട്ടങ്ങ് പോയാൽ പോരെ? നമുക്ക് നമ്മുടെ വിവാഹം നടത്താനായിട്ട് ആശ്രമത്തിൻ്റെ അനുവാദം എന്തിനാണ്? അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യത്തിന് ആശ്രമത്തിൻ്റെ അനുവാദം എന്തിനാണ്? ഇപ്പോൾ ആശയ്ക്ക് ആശയുടേതായ ഭൂസ്വത്തുക്കളുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള, ഇപ്പോൾ അമ്മ വഴിയൊക്കെ ഉള്ള നമ്മുടെ ബാങ്ക് ബാലൻസ് അത്യാവശ്യം കാര്യങ്ങളുണ്ട്, എനിക്കെല്ലാം അമ്മ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇവർ തന്നെ പറയുന്നു ഇത് കംപ്ലീറ്റ് തെറ്റാണ്, ഇവര് പട്ടിപ്പും തട്ടിപ്പും മറ്റേ സംഭവമാണെന്ന് പറയുന്നു. അപ്പം നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ലേ? ഇവിടുത്തെ തട്ടിപ്പും പറ്റിപ്പും ഒന്നും നമ്മൾ ഇത്രയും ഈ കുടുംബം, അതായത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു 60 വർഷത്തെ പാരമ്പര്യം, ആശയ്ക്കാണെങ്കിൽ ആശ ജനിക്കും മുമ്പേ ഉള്ള ഒരു ബന്ധം. അപ്പം ഇത്രയും കാലത്തെ ദീർഘമായിട്ടുള്ള ഒരു പരിചയമുള്ള നമുക്കെന്താ ഇവിടുത്തെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ലേ? നമുക്ക് ബുദ്ധിയില്ലേ? നമുക്ക് കണ്ണില്ലേ? അല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ? നമുക്ക് എന്താണ് പ്രശ്നം? ഇവർക്ക് മനസ്സിലാവുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാകാത്ത എന്ത് അന്ധതയാണ് നമുക്കുള്ളത്? ഇനി ആധ്യാത്മികമായിട്ടുള്ള കാഴ്ചപ്പാടില്ലേ? ആധ്യാത്മികമായിട്ടുള്ള അറിവില്ലേ? ആധ്യാത്മികമായിട്ട് ഇനി മെഡിറ്റേഷനും ജീവിതത്തിൽ ഇതെല്ലാം പരിശീലിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമില്ലേ? ഇനി ദർശന സ്വഭാവത്തിലുള്ള ഒരു അറിവില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ള നമ്മളെ ആര് പറ്റിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്? അല്ലെങ്കിൽ അതോ നമ്മളും ഫ്രോഡുകളാണോ എല്ലാവരും കൂടെ? എന്താണ് ഇവർ പറയുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഫ്രോഡാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന എന്തിനാ? ഉദ്ദിഷ്ട കാര്യത്തിന് അവനവൻ്റെ ഉദ്ദിഷ്ട കാര്യം അവനവൻ പോയങ്ങ് സാധിച്ചാൽ പോരെ, മറ്റുള്ളവരെ എന്തിനാ നിർബന്ധിക്കുന്നത്? അപ്പം നമ്മൾ എന്തിനാണ് ഗുരുവിനോട് അനുവാദം ചോദിക്കുന്നത്? നമ്മൾ ഒരു ഗുരുമാർഗത്തിൽ, അതാണ് ഇവർക്ക് അറിഞ്ഞൂടാത്ത. ഇവർക്ക് ഈ ഗുരുവിനോട് എന്തിനാ അനുവാദം ചോദിക്കുന്നത് ഇവർക്ക് അറിഞ്ഞൂടാ. കാര്യം ഇവർക്ക് ഗുരുവില്ലല്ലോ. നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ ഒരു ഗുരുമാർഗത്തിൽ വന്ന് നമ്മളൊരു മുക്തി മാർഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോ തീരുമാനങ്ങളും കർമ്മഗതിയാണ്. അപ്പോൾ ഈ കർമ്മഗതിയെ പൊട്ടിച്ച് ജീവനെ സ്വതന്ത്രമാക്കുന്നത് ഗുരുവാണ്. അപ്പം ഈ കാര്യം നമ്മൾ എന്ത് തീരുമാനങ്ങൾ, ആത്മീയമായോ ഭൗതികമായോ, നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കർമ്മഗതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഗുരുവാക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഗുരുവാണ് പിന്നെ കർത്താവ്, നമ്മളല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗുരുവാക്കനുസരിക്കുന്നത്. അപ്പോൾ ഗുരുവാക്കനുസരിക്കുന്ന ഈ ജന്മം മാത്രമല്ല, നമ്മുടെ ജീവൻ്റെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗുരുവിൻ്റെ വാക്ക് ചോദിക്കുന്നത്. ആധ്യാത്മികമായിട്ടുള്ള നന്മയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഗുരുവിൻ്റെ വാക്ക് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ ഉദ്ദിഷ്ടകാര്യം നടക്കാൻ ആരെങ്കിലും നിർബന്ധിക്കേണ്ട കാര്യം എന്ത്? നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്താ നമ്മുടെ ഞാനല്ലെങ്കിൽ എന്താ നമ്മൾ ഇതിനൊക്കെ നിൽക്കേണ്ട കാര്യം എന്താ? അപ്പം നമ്മൾ ഇനി ചിലർ പറയുന്ന ഗുരുവിനെ കമ്പൽ ചെയ്തു. നമ്മൾ ഗുരുവിനോട് ചെന്ന് ചോദിച്ചപ്പോൾ ഗുരു ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ, ഗുരുവെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗുരു എടുത്ത വായോടെ പറഞ്ഞു അത് വേണ്ട. ശിഷ്യഭൂത പറഞ്ഞു വേണ്ട. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വിഷമമായെങ്കിലും ഞാനത് വീട്ടിൽ വന്നു, ഇവരെ ആശയം അറിയിച്ചു, എല്ലാവരെയും അറിയിച്ചു. അവസാനം ഗുരുവാക്കല്ലേ, അനുസരിക്കാം എന്നുള്ള രീതിയിൽ വിഷമിച്ചുകൊണ്ടാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലിരിക്കുമ്പോൾ അടുത്ത ദിവസമാണ്. അപ്പോൾ ആശ്രമത്തെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നു ഇത് ഗുരുവിനോട് അനുവാദം ചോദിച്ചിട്ടാണ്. കാര്യം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ നമുക്കത് ഗുരു ഈ പറഞ്ഞ പോലെ ഒരു അനുവാദം, അതായത് വീട്ടുകാർ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക, ഞാൻ അതിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ ഗുരു ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ബാക്കിയെല്ലാം എനിക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ പിന്നെ എല്ലാം ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പം ബാക്കി തീരുമാനങ്ങളെല്ലാം ഞാൻ എടുക്കുകയാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൊച്ചു പ്രായം മുതലേ എല്ലാം തീരുമാനിച്ച് ശീലമുള്ള ഞാൻ ഇപ്പം ആശ്രമ സ്വഭാവത്തിൽ വന്നിട്ട് പോലും ഗുരു പോലും എന്നോട് അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം ഞാൻ അങ്ങനത്തെ പലതും അനുഭവിച്ച് പഠിക്കുന്ന ഒരു സ്വഭാവം. അതൊരു മോശ സ്വഭാവമാണ്, നല്ല സ്വഭാവം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ശിഷ്യ പാരമ്പര്യത്തിൽ വരുമ്പോൾ അത് നല്ല സ്വഭാവമല്ല. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം ഞാൻ വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കി അനുഭവിച്ചേ പഠിക്കൂ. അങ്ങനെ ഒരു ദോഷമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ഗുരു. എൻ്റെ അടുത്ത് കഴിവതും ഒന്നും പറയാറില്ല. മറ്റിപ്പോൾ ഞാനുള്ളതുകൊണ്ട് ഈ വീട്ടുകാരുടെ അടുത്തും അധികം ഒന്നും പറയാറില്ല. നമ്മൾ കണ്ട് നമസ്കരിച്ച് വരുന്നതേ പതിവുള്ളൂ. ഇപ്പോൾ ആശ എൻ്റെ കൂടെ വന്നതിന് ശേഷം അധികം ആശയുടെ അടുത്തും ഒന്നും പറയാറില്ല. കാര്യം എന്താണ്?
ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇപ്പോൾ ഒരാളിരിക്കലും ഇതെല്ലാം കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരല്ലേ, പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഗുരു പറയുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മളടുത്ത് ഒരു കുറച്ച് കാര്യമേ പറയുന്നുള്ളൂ, ബാക്കി നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവിടെ SNDP പോകാനൊക്കെ ഞാനെന്ന് പറയുമ്പോൾ അത് ബാക്കിയെല്ലാം എൻ്റെ തീരുമാനങ്ങളാണ്. എൻ്റെ തീരുമാനത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരുപാട് എന്തൊക്കെയോ ഫോർമാലിറ്റി, എത്രയോ ദിവസം വെയിറ്റ് ചെയ്ത് എന്തൊക്കെയൊക്കെയോ ചെയ്യണം, അതിനൊരു ചടങ്ങുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ആരാധനാലയത്തിൽ പോയാൽ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാം, അതുകൊണ്ട് കൊടുത്ത പേപ്പർ രജിസ്റ്റർ ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ സൈറ്റിൽ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ന്യൂട്രലായിട്ട് വിവാഹമൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ പോയാലോ. അപ്പോഴാണ് ഞാൻ പിന്നെ ചിന്തിച്ചത്, ഇപ്പോൾ ശിവഗിരി ആശ്രമം ഉണ്ടല്ലോ, അവിടെ ഒരു ആശ്രമ സ്വഭാവത്തിലുള്ളൊരു കൾച്ചറാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയി നടത്താം, ഒരു പേപ്പർ കിട്ടിയാൽ മതിയല്ലോ നമുക്ക്. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ പോലും ഞാൻ ആശ്രമത്തിൽ വരണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത്. കാര്യം ഗുരുവിൻ്റെ പേരിലൊന്നും വരണ്ടല്ലോ. അപ്പോഴാണ് രാവിലെ 4 മണിക്ക് ഇങ്ങനെ ഗുരു തന്നെ നമ്മളെ വന്ന് സ്വീകരിക്കുന്നതായിട്ട് ദർശനത്തിൽ ഇങ്ങനെ കാണുകയും അമ്മയും അത് കാണുകയും ചെയ്തപ്പോൾ ഞാൻ നേരെ തീരുമാനമെടുത്തു, ഗുരുവിനെ വന്ന് കണ്ടു. അല്ലാതെ ഇതിലൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യത്തിലും ഞാൻ ആരോടത്തും അഭിപ്രായം ചോദിച്ചിട്ടില്ല, പറയാറുമില്ല. ഇപ്പം ഇന്നും അദ്ദേഹം പറയുന്നത് ഇന്നും നമ്മുടെ വിവാഹത്തിനൊക്കെ എന്തോ നിയന്ത്രിക്കുക, എന്ത് നിയന്ത്രിക്കാനാ? ഇനി ഇപ്പം ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ലൈഫിനെ കുറിച്ചൊക്കെ എന്താ ഇദ്ദേഹത്തിന് എന്നിട്ട് എല്ലാത്തിനും പണത്തിന് വെച്ചാൽ പണമൊക്കെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭയങ്കര എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളൊക്കെ വരുമ്പോൾ പണം അന്വേഷിച്ച് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനാണെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട്, നമുക്കൊക്കെ എന്തൊക്കെ ഐഡിയാസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു പണത്തിൻ്റെ പിന്നെ ഇനിയിപ്പോൾ ആധ്യാത്മികനായിട്ട് ജീവിക്കുകയാണെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മനഃശാസ്ത്രം എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള ആധ്യാത്മികമായിട്ട് അതിൻ്റെ ഒരു വൈബ്രേഷൻ, മനസ്സിനെ എങ്ങനെ ആ വൈബ്രേഷനിൽ ഉണ്ടാക്കി നമ്മളെ മണിയും മറ്റ് സമ്പത്തും ഐശ്വര്യമൊക്കെ എങ്ങനെ അട്രാക്ട് ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ളൊരു മനഃശാസ്ത്രം തന്നെ എനിക്കറിയാം ആധ്യാത്മികതയുടെ. ഞാൻ അതുപോലും പ്രാക്ടീസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം, നമുക്ക് മണിയൊക്കെ ഉണ്ടായി വരാൻ എന്ത് പോസിറ്റീവ്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് പണത്തിന് ഇത്ര അത്യാവശ്യമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മനഃശാസ്ത്രം എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു ആധ്യാത്മിക രംഗത്തുള്ളവർക്ക് ഈ പണമൊന്നും ഒരു വലിയ വിഷയമൊന്നും അല്ല. പണമൊക്കെ അട്രാക്ട് ചെയ്യും, യൂണിവേഴ്സിൽ നിന്ന് മണിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ ഒരു മനഃശാസ്ത്രമുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് അത് വർക്കൗട്ട് ആവില്ല. കാര്യം നിരന്തരം കള്ളവും ആൾക്കാരെ കുറ്റവും പറയുന്ന ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഈ മനഃശാസ്ത്രം വർക്ക് ചെയ്യില്ല. അതിന് വളരെ സത്യം പറയണം, ആദ്യം സത്യം പറയണം, വളരെ പോസിറ്റീവായിട്ട് ജീവിക്കണം. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, ഭക്തി, ആനന്ദത്തിൻ്റെ വൈബ്രേഷനിൽ നിന്നിട്ട് മണിയെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്ത് സങ്കല്പം ചെയ്ത് പോസിറ്റീവായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വരുമെന്നുള്ളൊരു യൂണിവേഴ്സൽ ലോ ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഗുരുവിനെക്കുറിച്ചൊക്കെ ഗുരുവിന് മണി വേണം. ഇപ്പോൾ ഗുരുവിനൊക്കെ എന്തിനാണ് മണി? ഇയാൾ എന്താ ഈ മണിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഇങ്ങനത്തെ ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ്സിൻ്റെ വലിപ്പമൊന്നും അറിയാതെ പുള്ളി എന്തെങ്കിലുമൊക്കെ തട്ടി വിടുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തെയൊക്കെ ഇപ്പോഴും നിയന്ത്രിക്കുകയാണ്, എനിക്ക് ഇനിയും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ആരെന്ത് നിയന്ത്രിക്കാനാണ് സുഹൃത്തെ? ഇപ്പം എന്നെ സംബന്ധിച്ച് ഇദ്ദേഹം ജീവിതത്തെക്കുറിച്ചൊക്കെ ഭയങ്കര സ്വപ്നങ്ങളാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്. ഞാനെന്ന് പറഞ്ഞാൽ ഈ സ്വപ്നങ്ങളെല്ലാം കളഞ്ഞ് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാതെ വളരെ ന്യൂട്രലായിട്ട് ഗുരുവേ, ദൈവമേ, ഭക്തി, ശാന്തി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സമയത്തൊരു സുഖമില്ലാതെ വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ ഈ യൂട്യൂബിലെ വീഡിയോസൊക്കെ എടുത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള പഴയ വീഡിയോസൊക്കെ എടുത്താൽ ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് വളരെ സുഖമില്ലാതെ വന്നപ്പോൾ ഒരു സമയത്ത് ഞാൻ ഈ അധികം ഹോസ്പിറ്റലുകളിലൊന്നും അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയല്ല. വളരെ റെയറായിട്ട് വളരെ അർജൻറ്റായ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ. അപ്പോൾ പോലും ഈ ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നി വളരെയധികം ശാരീരികമായി എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. നെഞ്ചിലൊക്കെ ഒരു രക്തത്തിൻ്റെ മണം, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എമർജൻസിയാണ്, വേണമെങ്കിൽ പോകാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അപ്പം മരിക്കാനാണ് ഗുരു നിശ്ചയിക്കുന്നത്, ദൈവം നിശ്ചയം അതാണെങ്കിൽ മരണത്തിൻ്റെ സമയമെങ്കിൽ മരിക്കട്ടെ. കാര്യം എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ശ്വാസം എടുക്കാൻ തടസ്സമായി, ബുദ്ധിമുട്ട് പോലെ വന്നു. അപ്പോൾ ഞാൻ ബെഡിൽ കിടന്നു. ഞാൻ വിചാരിച്ചു മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ദൈവം അതാണ് നിശ്ചയിക്കുന്നതെങ്കിൽ അങ്ങനെ ആകട്ടെ. അങ്ങനെ അവിടെ കിടന്നപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൺട്രോള് പോയി, ശ്വാസഗതി മാറി, നമ്മളില്ല അവസാനമൊക്കെ അന്ത്യശ്വാസം വലിക്കുന്ന പോലെ ഓട്ടോമാറ്റിക് ശ്വാസഗതി വന്നു. അതായത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ദീർഘമായ അന്ത്യശ്വാസം വലിക്കുന്ന പോലത്തെ ഒരു ശ്വാസഗതിയിൽ വന്നിട്ട് നമ്മൾ ഗുരുവിനെയും പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ വന്നിട്ട് ഈ ശ്വാസഗതി അങ്ങ് ഓട്ടോമാറ്റിക് നോർമലായി, വീണ്ടും പെട്ടെന്ന് എൻ്റെ എല്ലാ വിമിഷ്ടവും പോയി, ഇതങ്ങ് നോർമലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ജീവിക്കാനുള്ള കർമ്മം ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കും, ഒരു ചികിത്സ ഇല്ലെങ്കിൽ പോലും ജീവിച്ചിരിക്കും. അല്ല, ഇതൊന്നും ആരും പ്രാക്ടീസ് ചെയ്യാനല്ല പറഞ്ഞത്, ഇത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വഴി, ഞാൻ കണ്ടെത്തിയ ഒരു വഴി ഇതാണ്. അപ്പം നമ്മൾ ഈ രീതിയിൽ ജീവിതത്തിനെ, കാര്യം ജീവിതവും മരണവും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്നു.
മരണം എന്താണ്, മനസ്സിൻ്റെ അവസ്ഥ എന്താണ്, പരിണാമം എന്താണ്. അപ്പോൾ ഇതൊക്കെ കണ്ടതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോ ഭയങ്കര ഗോപ്യമായ ലൈഫിനെ കുറിച്ചൊന്നും ഇത്ര വലിയ പ്രാധാന്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ദൈവികമായ ഒരു ധർമ്മത്തിൽ ജീവിക്കുന്ന നമ്മളെക്കുറിച്ച് ഈ വ്യക്തി ഇങ്ങനെ ഓരോന്നൊക്കെ പടച്ചു വിടുന്നു, ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുന്നത്. എന്നെ ആര് നിയന്ത്രിക്കാനാ? എൻ്റെ അടുത്ത് എന്നെ ഇവിടെ നിയന്ത്രിക്കുന്നെന്ന് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ ചിരിക്കും. കാര്യം എൻ്റെ അടുത്ത് ഇന്ന് വരെ എനിക്ക് തോന്നുന്നത് ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും നിയന്ത്രിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഇന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഥവാ പറഞ്ഞാൽ അത് നടക്കുമോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇവർ പറയുന്നത് ആരെങ്കിലും എൻ്റെ അടുത്ത് ഇന്ന ഒരു കാര്യം നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് പറയും? കാര്യം എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ജീവിതം കൊണ്ട് അറിഞ്ഞ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് വേറൊരാൾ വന്ന് വേറെ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും? അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഇപ്പോൾ പുതിയതായിട്ടായിരിക്കും കേൾക്കുന്നത്. എന്നുവെച്ചാൽ എൻ്റേതായ ഒരു മാനസികാവസ്ഥയിൽ ആധ്യാത്മിക വിഷയങ്ങൾ ഇപ്പോൾ ഗുരുവിൻ്റെ ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടേതായ ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പലരും വന്ന് ഇപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആധ്യാത്മികനായ വ്യക്തിക്ക് ഒന്നും പറയേണ്ട, ഈ പറച്ചിലിൻ്റെ തലത്തിൽ ഒരു അറിവിൻ്റെ ആവശ്യമേ ഇല്ല. ആക്ച്വലി അത് ഉണർച്ചയാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന ആധ്യാത്മികതയുടെ ആവശ്യമില്ല. ഇത് ഒരു ഉണർച്ചയാണ്. ഓരോ തലങ്ങളിൽ നിന്ന് മനസ്സിൽ നിന്ന് ഉണർന്നു പോകുമ്പോൾ ഓരോ ഡയമെൻഷനിലെ അറിവുകൾ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിനും ഉണർന്നു പോകണമെന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഇത് വിശദീകരിക്കുന്നത്? കാര്യം പൊതുജനങ്ങൾക്ക് മനസ്സിലാകാൻ. പിന്നെ നമ്മൾ ഈ ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മുടെ അനുഭവങ്ങൾ തട്ടിച്ച് നോക്കിയിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ഈ ആധ്യാത്മികരായ വ്യക്തികൾ വന്ന് തർക്കിച്ചളയും. ഒരുപാട് ആധ്യാത്മികമായി ഈ പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്ന് നമ്മളോട് തർക്കിച്ച് കളയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവർ പറയുന്ന രീതിയിലുള്ള ലാംഗ്വേജ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആക്ച്വലി ഈ പറയുന്നത് എല്ലാം തെറ്റാണെന്നുള്ളതാണ്. ഇത് വ്യക്തിഗതമായ അനുഭവമാണ്. ഈവൻ ഓരോ വ്യക്തിയുടെയും മനസ്സ് ഭാവനാ തലത്തിലായതുകൊണ്ട് ഓരോ വ്യക്തിയുടെ അനുഭവം പോലും വ്യത്യസ്തമായിരിക്കും, ആധ്യാത്മികമായിട്ട് പോലും. അപ്പോൾ ഇത് പറയുന്നതെല്ലാം തെറ്റാണ്. ഈ അറിഞ്ഞതും അനുഭവിച്ചതും കേട്ടതും കണ്ടതും സ്വന്തം ധാരണയെ പോലും വിട്ടിട്ട് വേണം നമ്മൾ മുക്തി മാർഗത്തിൽ ഫ്രീ ആയിട്ട് നിൽക്കാൻ. അപ്പം നമ്മളിത് ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവിടെ പോലും ഈ വ്യക്തികളിപ്പോൾ ഇവർ പറയുന്നത്, ഇപ്പോൾ എൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇയാൾ പറയുന്നു ഞാൻ ബ്രഹ്മശ്രീ കരുണാകര ഗുരു എൻ്റെ ഗുരു അല്ല, ഇപ്പം ശിഷ്യപൂജിതയാണ് ഗുരു എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ കാര്യം പോലെ അദ്ദേഹം ആ വീഡിയോയിൽ ആ ഭാഗം മാത്രം കേൾപ്പിച്ചിട്ട്, എന്ന് വെച്ചാൽ തെറ്റിദ്ധാരണ പരത്താനാണ്. ഞാൻ ബാക്കി വിശദീകരിച്ച കാര്യം കേൾപ്പിക്കുന്നില്ല. അപ്പം ഞാൻ എന്താണ് വിശദീകരിച്ചത്? ഇപ്പൊ ഇദ്ദേഹവും ബ്രഹ്മശ്രീ കരുണാകര ഗുരു ഇദ്ദേഹത്തിൻ്റെയും ഗുരുവല്ല, എൻ്റെ മാത്രം ഗുരുവല്ല എന്നുള്ളതല്ല, ഇദ്ദേഹത്തിൻ്റെയും ഗുരുവല്ല. എങ്ങനെ ഗുരുവാകും? കാരണം ഞാൻ ആ സമയത്ത് ജീവിച്ചിരുന്ന ഗുരുവിൻ്റെ 99 വരെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പോകുമ്പോൾ നമ്മൾ ഒരു ശിഷ്യനല്ലല്ലോ. ഞാൻ ഇപ്പോൾ ശിഷ്യനെന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്യനെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്ക് ചില വിഷമങ്ങളുണ്ട്, ഇത് നെഗറ്റീവായിട്ടുള്ളൊരു ഫേസ് ആയിട്ട് എനിക്ക് മനസ്സിലായി, എനിക്കൊരു പുതിയ സത്യത്തിനെ വെളിച്ചം അങ്ങ് പറയുന്ന മനസ്സിലായി, എനിക്കൊരു തിരുത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു പുതിയ ധർമ്മത്തിലേക്ക് എന്നെ നയിക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ ശിഷ്യൻ ചെന്ന് പറയുമ്പോഴല്ലേ ഒരു ശിഷ്യനാവുന്നുള്ളൂ. അങ്ങനെ ശിഷ്യൻ വരുമ്പോഴല്ലേ ഗുരു ഉണ്ടാവുന്നുള്ളൂ. ശിഷ്യനില്ലാതെ എങ്ങനെ? അപ്പോൾ ആ സമയത്ത് ഞാനൊരു ശിഷ്യനായിട്ട് പോയില്ല. ഇപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ കൊച്ചുകുട്ടിയായിരിക്കുന്ന ഞാൻ പോകുമ്പോൾ ഞാനൊരു വിശ്വാസിയായിരുന്നു. കാര്യം നമ്മൾ ഗുരുവിനെ എന്തായാലും കണ്ട്, വിശ്വാസി എന്ന് പോലും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഗുരുവിനെ കാണുമ്പോൾ ഒരു ദൈവതുല്യനായ ഒരു രൂപം, പുരുഷാകൃതി പൂണ്ട ഒരു ദൈവം പോലെ ഒരു വിഗ്രഹം, മനുഷ്യ വിഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ പോയി ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ടിങ്ങ് വരും. അപ്പം നമ്മളെ സംബന്ധിച്ചൊരു ദൈവതുല്യനായ ഒരു രൂപം. അപ്പോൾ നമ്മൾ ദൈവമാണ്. അപ്പോൾ എന്നെ നവജ്യോതി ശ്രീ കരുണാകര ഗുരു എന്നെ സംബന്ധിച്ച് ദൈവമാണ്, ഒരിക്കലും ഗുരുവായി. കാര്യം ഞാൻ ശിഷ്യനല്ലാത്തതുകൊണ്ട് ഗുരുവല്ല എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ ശിഷ്യനായി തുടങ്ങിയത് എപ്പോഴാണ്? എനിക്ക് എൻ്റെ വളർച്ച, ഞാൻ ഒരു 19-20 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ ആധ്യാത്മിക അന്വേഷണങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു പുതിയ ജീവിതം, ശാന്തി, സമാധാനം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ശിഷ്യപൂജിതമാണ്. അപ്പോൾ അവിടെ നമ്മൾ ശിഷ്യനായത് ഇവിടെയാണ്. നമ്മൾ ഈ ഗുരുസ്ഥാനത്താണ് നമ്മൾ ശിഷ്യനായത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഗുരുവായത്. മറ്റേത് എനിക്ക് ദൈവമാണ്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്കും ഗുരുവല്ല. കാര്യം ഈ പറഞ്ഞ വ്യക്തി ഗുരുവിനെ കണ്ടിട്ടില്ല. ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയോ ഈ രാജേഷ്, നേതാജി ഇവരൊന്നും ഗുരുവിനെ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ ഗുരുവാകും? മനുഷ്യരൂപത്തിലല്ലേ ഗുരു. അപ്പൊ അവരും വിശ്വാസികളാണ്, ദൈവമാണ് അവരെ സംബന്ധിച്ച്, ഗുരുവല്ല. ഗുരു എന്ന് പറയുമ്പോൾ മനുഷ്യരൂപത്തിലായിരിക്കണം. കാര്യം മനുഷ്യരൂപത്തിലായിരുന്നു നമ്മളെ തിരുത്തി, നമ്മൾ പറഞ്ഞ്, നമ്മുടെ അനുഭവം പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് ഗൈഡൻസ് തന്ന്, അതിനെയാണ് ഭാരതത്തിൽ സനാതന ധർമ്മത്തിൽ കാലാകാലങ്ങളായിട്ട് ഈ മനുഷ്യനെ മാത്രമാണ് ഗുരു എന്ന് പറയുന്നത്. അല്ല മനുഷ്യരൂപത്തിൽ സൂക്ഷ്മത്തിൽ ഗുരു ഇല്ല.
സൂക്ഷ്മത്തിൽ നിന്നുകൊണ്ട് ഗുരു എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല, അത് ദൈവമാണ്. ആരായാലും പല പല ദേവീ ദേവ സ്വഭാവത്തിലെ പല പല മതവിശ്വാസങ്ങളിലൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ ഒരു വിശ്വാസികൾ മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഇവരെ സംബന്ധിച്ച് വെറും വിശ്വാസ സ്വഭാവം. അവിടെ ഗുരുവൊന്നുമില്ല. ഗുരുശിഷ്യ ബന്ധം എന്ന് പറയാനായിട്ട് മനുഷ്യരൂപത്തിൽ വേണം. നമ്മുടെ നവജ്യോതിശ്രീ കരുണാകര ഗുരു 99 മെയ് 6 വരെ ഗുരുവുമായിരുന്നു. ഒരുപാട് വിശ്വാസികൾക്ക് ദൈവസമാനനുമായിരുന്നു. അതിനുശേഷം ദൈവസമാനൻ മാത്രമായി മാറി. ശിഷ്യപൂജിതയാണ് ഗുരുസ്ഥാനത്ത് വന്നേക്കുന്നത്. അപ്പം നമ്മളെല്ലാം ഗുരുസ്ഥാനത്ത് ശിഷ്യ സ്വഭാവത്തിൽ കണ്ടേക്കുന്നത് ശിഷ്യപൂജ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം അതിനെ നമ്മളെന്തോ വളച്ചൊടിക്കുന്ന പോലെ പറയുന്നു. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഗുരു അന്നും ഇല്ല ഇന്നും ഇല്ല, ഗുരു ഇല്ല. തിരുത്തിയെടുക്കണ്ടേ? ഇപ്പൊ സ്വന്തം മനസ്സിൽ ചിന്തിക്കുന്നവരെ എങ്ങനെ തിരുത്തും? സ്വന്തം മനസ്സിലും ബുദ്ധിയിലും. ഇപ്പൊ ഗുരുവാണി അവർ പുസ്തകം വായിച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഗുരുവാകുമോ? അപ്പൊ ഗുരുവല്ലേ ഏറ്റവും കൂടുതൽ പുസ്തക വായന കൊണ്ട് ഒന്നും നടക്കൂല എന്ന് ഗുരു എപ്പോഴും പറയുമായിരുന്നല്ലോ. പുസ്തക വായന കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് ഗുരു പറഞ്ഞു. ഗുരു വേണം എന്ന് ശാന്തിഗിരിയിൽ നമ്മളെ പഠിപ്പിച്ചത് ഗുരുവാണ്. പുസ്തക വായന കൊണ്ട് ഒന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഗുരുവിന്റെ പുസ്തകം വായിച്ചാലും നടക്കില്ല. മറ്റു ഗുരുക്കന്മാരെ പുസ്തകം വായിച്ചാൽ നടക്കൂലെങ്കിൽ പിന്നെ ഗുരുവിന്റെ പുസ്തകം വായിച്ചാൽ നടക്കൂ. കാര്യം ഗുരുവിന്റെ പുസ്തകം വായിച്ചാലും നിങ്ങളുടെ മനസ്സുകൊണ്ടല്ലേ അതിനെ വിലയിരുത്തുന്നത്, നിങ്ങളുടെ അറിവല്ലേ മനസ്സിലാക്കുന്നത്, നിങ്ങൾ തന്നെയല്ലേ അപ്പൊ ഗുരു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഭഗവത്ഗീത വായിച്ച് ശ്രീകൃഷ്ണന്റെ വാചകമാണെന്ന് പറഞ്ഞ് ഭഗവത്ഗീത വായിച്ചാൽ ശ്രീകൃഷ്ണ അയാൾക്ക് ഗുരുവാകുമോ? അത് വെറും വായന മാത്രമല്ലേ. ഇപ്പം ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം വായിച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ട് ജീവിച്ചതിന് തുല്യമാകുമോ? ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം വായിച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം നിങ്ങളുടെ മനസ്സുകൊണ്ട് വായിച്ചു, നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി. ബേസിക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിൽ മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. അവിടെ എങ്ങനെ ശ്രീനാരായണ ഗുരു നിങ്ങളുടെ ഗുരുവൊന്നുമല്ല. നിങ്ങൾ അടിസ്ഥാനപരമായ കാര്യം നിങ്ങളുടെ മനസ്സിന്റെ അറിവ് വെച്ച് നിങ്ങൾ മനസ്സിലാക്കി. അതുപോലെ ഗുരുവിന്റെ കാര്യം നിങ്ങളുടെ മനസ്സിന്റെ അറിവ് വെച്ച്, ഈ മനസ്സിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്സിന്റെ 1, 2, 3, 4 എന്നും പറഞ്ഞ് ഉണർന്നുള്ള തലങ്ങളാണ്. അപ്പോൾ ഓരോ തലത്തിലിരിക്കുന്നവനും ഗുരുവാണി ഓരോ തലത്തിലായിരിക്കും മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടിസ്ഥാനം ബേസിക് തലത്തിലിരുന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ ജീവിക്കുന്നു. അപ്പം നിങ്ങളുടെ ഗുരു. നിങ്ങളുടെ മനസ്സാണ്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നത് ദേവീ ദേവ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന പോലെ ഗുരുവിനെ ദൈവമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷേ പരമമായ ദൈവത്തിനെ അങ്ങനെ വിശ്വസിച്ചാൽ പറ്റൂല. മാനസിക തലത്തിലുള്ള ദൈവത്തിനെ കോണ്ടാക്ട് ഉണ്ടാക്കാം. പരമമായ ദൈവം മനസ്സിനപ്പുറമായിട്ട് മനസ്സിലിരുന്ന് ദൈവമായിട്ട് വിശ്വസിച്ചാൽ പറ്റൂല. അതുകൊണ്ടാണ് ഗുരുമാർഗം വേണ്ടത്. പരമമായ ഗുരുമാർഗങ്ങളിൽ ദേവീ ദേവ സ്വഭാവത്തിൽ ആരാധിച്ചാൽ പറ്റൂല. അതുകൊണ്ടാണ് ഗുരുമാർഗം വേണ്ടത്. ഗുരു എങ്ങനെയാണ് ഈ മനസ്സിൽ കൂടെ നമുക്ക് ദൈവത്തിനെ, ഇപ്പൊ ദൈവം ദാ ഇവിടെ എല്ലാം ഉണ്ട്, എങ്ങനെ ദൈവത്തെ പിടിക്കും? നമ്മൾ ദൈവത്തെ എങ്ങനെ ടച്ച് ചെയ്യും? ദൈവത്തെ പിടിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? ഗുരുവിൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഗുരു ദൈവത്തിൻ്റെ കോൺഷ്യസ്നെസ്സുമായിട്ട് ടച്ച് ആയിരിക്കുന്നു. അപ്പോൾ ആ ഗുരുവിൻ്റെ മനുഷ്യൻ്റെ വൈബ്രേഷനിൽ ഉള്ള ഒരു ഗുരുവിനെ പിടിച്ചാൽ നമുക്കും ദൈവമായിട്ട് കണക്ഷൻ വന്നു. കാര്യം എന്ത്? ഗുരുവിന് കണക്ഷൻ ഉള്ളത് കൊണ്ട്, ഗുരുവിന് ദൈവബോധമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഡയമെൻഷനിൽ നമ്മൾ ഗുരുവുമായിട്ട് കണക്ഷനായാൽ നമുക്ക് ദൈവമായിട്ട് കണക്ഷനായി. അതുകൊണ്ടാണ് ഫിസിക്കൽ ഡയമെൻഷനിൽ ഗുരു ഉണ്ടെങ്കിൽ അവർക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നാലും ഗുരു ശിഷ്യ പാരസ്പര്യം ഉണ്ട്. ഫിസിക്കൽ ഡയമെൻഷനിൽ ഗുരു ഉണ്ടെങ്കിൽ. ഫിസിക്കൽ ഡയമെൻഷൻ ഇല്ലെങ്കിൽ ദൈവമായിട്ട് കണക്ഷൻ ഇല്ല. ഫിസിക്കൽ ഡയമെൻഷനിലുള്ളവർ ഇപ്പം ഗുരുദർശനത്തിന് കറക്റ്റ് എല്ലാവരും ചാടി വരണമെന്ന് പോലും ഇല്ല. ഗുരുവിനെ എവിടെ ഇരുന്ന് സ്മരിച്ചാലും ഫിസിക്കൽ ഡയമെൻഷനിലുള്ള ഗുരു ഉണ്ടെങ്കിൽ അവൻ ദൈവമായിട്ട് കണക്ഷനായി. അതാണ് ഇതിൻ്റെ സീക്രട്ട്. അപ്പോൾ ഇതാണ് ഗുരുമാർഗത്തിൻ്റെ സീക്രട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇവർ പറയുന്നു, ഒരു ഗുരുവിൻ്റെ ഡ്രൈവറായിരുന്ന വ്യക്തി പറയുന്നു സ്ത്രീകൾക്ക് ഗുരുവാകാൻ പറ്റില്ല എന്ന് ഗുരു പറഞ്ഞു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരെടുത്ത് എന്താണ് ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആരെടുത്ത് എപ്പോൾ എങ്ങനെ പറഞ്ഞു എന്നൊന്നും നമുക്കറിയില്ല. ഒന്നാമത്തെ കാര്യം. ഇനി അഥവാ പറഞ്ഞെങ്കിൽ തന്നെ ഇവരെല്ലാം ഇപ്പോഴാണല്ലോ, ഈ അടുത്ത കാലത്താണല്ലോ ഇതൊക്കെ പറയുന്നത്. ആദ്യകാലങ്ങളിൽ എന്താണ്, ആദ്യത്തെ ഒരു 10 വർഷം ഇവരാരും ഒന്നും ഇങ്ങനെയൊന്നും കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇനി അഥവാ പറഞ്ഞ് കേട്ടെന്ന് തന്നെ വെക്കൂ. ഇപ്പോൾ ഗുരു പറഞ്ഞ എന്താണ്, ഇന്നു വരെയുള്ള സ്ത്രീകൾ സമൂഹത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് വരെയുള്ള സ്ത്രീ സമൂഹത്തിൽ ഈ ഗുരുസ്ഥാനത്തേക്ക് സ്ത്രീകൾ വന്നിട്ടില്ല. എന്നാലും റെയർ കേസസിൽ അത് വളരെ റെയറസ്റ്റ് കേസസിൽ വന്നിട്ടുണ്ട്. എങ്ങനെ? 7ാമത്തെ അവസ്ഥ വരെ, 6 അവസ്ഥ വരെ വരുമ്പോഴാണ് സ്ത്രീ പുരുഷ ഭേദം നിൽക്കുന്നത്. 7ാമത്തെ അവസ്ഥ വരുമ്പോൾ സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതാവേണ്ട. അപ്പോൾ 7ാമത്തെ അവസ്ഥയിൽ സ്ത്രീ പുരുഷ ഭേദങ്ങൾ ഇല്ലാതായ അവസ്ഥയിൽ എത്തിയ ഗുരുക്കന്മാരെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ജൈനമതത്തിൽ 7ാം സ്ഥാനത്ത് അവരെ തീർത്ഥങ്കരന്മാരെല്ലാം 7 അവസ്ഥ പൂർത്തീകരിച്ചവരാണ്. അപ്പോൾ ജൈനമതത്തിലെ 19ാമത്തെ തീർത്ഥങ്കരൻ മല്ലീനാഥൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആ സ്ത്രീയെ അവർ തീർത്ഥങ്കരനാണ്, സ്ത്രീയാണ്. അപ്പോൾ മല്ലി എന്നാണ് പേര്. പക്ഷേ മല്ലിനാഥ് എന്ന പുരുഷന്റെ നാമത്തിലാണ് അവർ അറിയപ്പെടുന്നത്. കാര്യം 7ാമത്തെ അവസ്ഥ എത്തിയ ആളിനെ സ്ത്രീ എന്ന് പറഞ്ഞുകൂടാ, പുരുഷനായി കഴിഞ്ഞു. മല്ലിനാഥ് എന്നാണ് പറയുന്നത്. അതുപോലെ ഹസ്രത് ബാബാജാൻ
മെഹർ ബാബയുടെ ഗുരുവാണ്. 7ാമത്തെ അവസ്ഥ എത്തിയ മെഹർ ബാബയുടെ ഗുരു ഹസ്രത് ബാബാജാൻ അവർ തന്നെ പറയും, അവരെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അവർ പറയും ഐ ആം നോട്ട് മദർ, ഐ ആം മാൻ, കോൾ മീ മാൻ എന്നുള്ള അർത്ഥത്തിൽ അവരങ്ങനെയാണ്, പുരുഷനെ പോലെയാണ് അവർ പെരുമാറിയിരുന്നത്. ഇനി അവസ്ഥാ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ഭേദങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ മെഹർ ബാബ അതുകൊണ്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യോജിച്ച രീതിയിലുള്ള വസ്ത്രം ധരിച്ചത്. എന്നിട്ട് മുടിയും കൂടെ വളർത്തിയിരുന്നു, എന്നാൽ പുരുഷന്മാരെ പോലെ മീശയും വെച്ചിരുന്നു. അദ്ദേഹം സിംബോളിക്കലായിട്ട് അദ്ദേഹം 8 അവസ്ഥ എത്തിയ ആചാര്യനാണെന്നാണ് പറയുന്നത്. അപ്പോൾ മെഹർ ബാബ ഇങ്ങനെ പിന്നെ അങ്ങനത്തെ ഒരു രൂപത്തിലാണ് നടന്നിരുന്നത്. അപ്പം ഇതെല്ലാം അവരെന്താ വെച്ചാൽ സ്ത്രീ പുരുഷ ഭേദങ്ങൾക്ക് അപ്പുറമായെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെയും ഗുരുവിൻ്റെ ഈ അവസ്ഥാ പൂർത്തീകരണത്തിൻ്റെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ട് ഒരു പുരുഷനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു, അല്ലെങ്കിൽ ഇത് ബൈപ്പാസ് ചെയ്യാൻ ഇപ്പം താന്ത്രിക വിധിയിലൊക്കെ പണ്ട് ഇങ്ങനെ പറയും, ഇപ്പം ശ്രീരാമൻ കാഞ്ചന സീതയെ വെച്ചു, അതായത് അവരൊരു വിധി പ്രകാരം സീതയെ വിളിക്കാൻ പറ്റാതാകുമ്പോൾ കാഞ്ചന സീതയെ വെച്ചു. അല്ലെങ്കിൽ അതുപോലെയൊക്കെ പല താന്ത്രിക വിധികളിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പോലെ തന്നെ അവസ്ഥാ പൂർത്തീകരണ സമയത്ത് സ്ത്രീ ശരീര സംബന്ധമായി ഒരു വൈഷമ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗുരു അവിടെ നിർദ്ദേശിച്ച പ്രകാരമുള്ള ചില വിധി പ്രകാരം പ്രവർത്തിച്ചപ്പോൾ ഈ ഗുരുവിൽ അവസ്ഥാ പൂർത്തീകരണം നടക്കുകയും ഈ പരമപ്രകാശം വന്നു കഴിയുമ്പോൾ പിന്നെ സ്ത്രീ പുരുഷ ഭേദം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ശിഷ്യപൂജ സ്ത്രീയുടെ ഭാവത്തിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സ്ത്രീ സ്വഭാവത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടേതായിട്ടുള്ള പോരായ്മകളും വൈഷമ്യങ്ങളും ഒന്നും ഉള്ളതായിട്ട് നമ്മൾ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുരു സ്വഭാവത്തിലുള്ള അബ്സല്യൂട്ടായിട്ടുള്ള സ്റ്റേറ്റിൽ എത്തിയവരെ ഗുരു സ്വഭാവത്തിൽ നമ്മൾ അങ്ങനെ കണ്ടുകൂടാ. പിന്നെ ഗുരു ഇന്ന് വരെ വന്നിരിക്കുന്ന എല്ലാം ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ യൂണിവേഴ്സലായിട്ട് ഇങ്ങനത്തെ ഒരു ലോയിലാണ് ഇന്ന് വരെ പല കാര്യങ്ങളും പരിണമിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീകളെ അടുപ്പിച്ച് നിർത്തിയിരുന്നില്ല, അതിനാണ് ഗുരു ഒരുപാട് പഴി കേട്ടത്. അപ്പോൾ സ്ത്രീകളെ ഗുരു അടുപ്പിച്ച് നിർത്തി. എന്നിട്ട് ഗുരു എപ്പോഴും പറയുമായിരുന്നു, നാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അവസാനം നാരായണ ഗുരുവിന് ഒരു കുഞ്ഞില്ല എന്ന് വിഷമിച്ചു. അതായത് ഒരു ശിഷ്യനെ, ജ്ഞാനിയായിട്ടുള്ള ഒരു ശിഷ്യനെ വളർത്തിയെടുത്തില്ല എന്നൊരു വിഷമം ഉണ്ടായതായിട്ട് നാരായണ ഗുരു അഭിപ്രായപ്പെട്ടായിട്ട് ഗുരു എപ്പോഴും പറയുമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആശ്രമത്തിൽ ഗുരു ഒരു കുഞ്ഞില്ലാതെ പോവും. ഗുരു എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ കുഞ്ഞില്ല, അടുത്ത തലമുറയിൽ ഒരു കുഞ്ഞില്ലെങ്കിൽ ഈ കാര്യം നടക്കൂല. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞില്ലാതെ ഗുരു പോയോ? എന്ത് മണ്ടത്തരങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗുരു ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്തു, ഈ കുഞ്ഞിനെ വളർത്തിയെടുത്തു. എന്നിട്ട് ഈ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ എന്താണ്? മാധവിക്കുട്ടി, ഇപ്പം സോമാ സാറ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു, സോമാ സാറ് ഷെയർ ചെയ്ത ഒരു ഓഡിയോ ആണ്. മാധവിക്കുട്ടിയുടെ അമ്മ ആരാണ് ആശ? മാധവിക്കുട്ടിയുടെ അമ്മ ബാലാമണി അമ്മ ഗുരുവിനെ കാണാൻ വന്നപ്പോൾ ബാലാമണി അമ്മയോട് ഗുരു ശിഷ്യപൂജയെ കാണിച്ചിട്ട് ചോദിച്ചു, ഈ കൊച്ച് ആണാ പെണ്ണാ? അപ്പോൾ അവർ പറഞ്ഞു, കണ്ടിട്ട് പെണ്ണിൻ്റെ രൂപമാണ്. ആ പറഞ്ഞ് ആണും അല്ല പെണ്ണും അല്ല. ഗുരു അന്ന് പറഞ്ഞാണ്. എന്നിട്ട് ചോദിച്ചു ഇവർക്ക് എത്ര പ്രായമുണ്ട്? അപ്പോൾ ആ അമ്മ പറഞ്ഞു ഒരു 20 വയസ്സ് 17 വയസ്സൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല, അമ്മയുടെ 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 പ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ ദ ഏൻഷ്യന്റ് വൺ എന്ന് പറയും. അതായത് ആ സുപ്രീം ഗോഡിനെ കുറിച്ച് പറയുന്നത് ദ ഏൻഷ്യന്റ് വൺ എന്നാണ്, ഏറ്റവും പുരാതനമായ. അപ്പൊ ഗുരു അന്നേ ആ ബാലാമണി അമ്മയോട് ഇങ്ങനെ പറഞ്ഞായിട്ട് സോമാ സാർ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരിക്കുന്നു. ദ ഏൻഷ്യന്റ് വൺ ആണ് ഈ പേഴ്സൺ. ഇത് ആണും അല്ല പെണ്ണും അല്ല, ഇത് ആ സുപ്രീം സ്റ്റേറ്റിലെത്തിയ ഒരു വ്യക്തിയാണെന്ന് ഗുരു അങ്ങനെ കാണിച്ചു കൊടുത്തതിന് തുല്യമാണത് സംഭവം. അപ്പോൾ അങ്ങനെ ഗുരു വളർത്തിയെടുത്ത ഒരു ശിഷ്യനെ അങ്ങനെ വളർത്തിയെടുത്ത് ഇങ്ങനെ ഒരു ഗുരു സ്വഭാവത്തിൽ തരാതെ ഈ പരമ്പര എങ്ങനെ ഗുരുവുമായിട്ടുള്ള ഒരു കണക്ഷൻ നിലനിർത്തും? എവർ പറയുന്ന പോലെ ഒരു വിശ്വാസ സ്വഭാവത്തിൽ പോയിട്ട് നമ്മൾ ഗുരുവാണിയും വായിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ മത സ്വഭാവത്തിൽ ജീവിച്ചാൽ മതിയാവും. നമുക്ക് ഈ പറയുന്ന ആധ്യാത്മിക പുരോഗതികളൊന്നും വേണ്ടേ? അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഈ വാണികൾ പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യം മാത്രമാണ് ശാന്തിഗിരിയുടെ ധർമ്മം. പബ്ലിക്കായിട്ട് കുറച്ചു പേർക്ക് പൊതുവേ പറഞ്ഞ ഗുരുവിന് എന്തെല്ലാം കാര്യങ്ങൾ ഗുരുശിഷ്യ ബന്ധത്തിൽ ഗുരു രഹസ്യമായിട്ട് ഇപ്പം അറിയിക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിട്ടില്ല ഇതുവരെ ഇനിയാണ് പറയാൻ പോകുന്നത്. എത്ര കാര്യങ്ങൾ ഗുരുശിഷ്യ ബന്ധത്തിൽ ശിഷ്യനോട് സംസാരിക്കുന്ന. ഇപ്പം ഈ സൂക്ഷ്മതരമായ കാര്യങ്ങളും ദർശനവശത്തുള്ളതും ഈ മറ്റ് അനുഭവങ്ങളും ഗുരുപൂജയും ഇങ്ങനെയൊക്കെയുള്ള കാര്യം, എന്ത് കാര്യങ്ങളാണ് സാധാരണക്കാർക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇനി മനുഷ്യരാശി വേണ്ടേ? എന്താ ഒരു സംസാരിക്കുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ? ഒരു കാര്യമില്ല. ഒരു ഗുരുമാർഗത്തെക്കുറിച്ച് ചുമ്മാ അങ്ങ് പടച്ചുവിട്ട അവരവരുടെ എല്ലാ കുടുംബ സ്വത്തിനെ കുടുംബ ട്രസ്റ്റ് ആക്കാൻ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹം കുടുംബാംഗം എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് ഈ കുടുംബാംഗം എന്ന് പറയുന്ന അല്ലാതെ ഈ ഒരു ആശയത്തെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയം. കാര്യം ആശയത്തെ അദ്ദേഹം കുടുംബാംഗം അല്ലായിരുന്നെങ്കിൽ എടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ആശയ സ്വഭാവത്തിലുള്ള ഒരു സ്നേഹമോ ഈ കുറ്റം പറയുന്ന സ്വഭാവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗുരു വിലക്കിയിട്ടുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടുംബ ട്രസ്റ്റ് ആക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്, കുടുംബ ട്രസ്റ്റ് ആക്കാൻ. അപ്പോൾ അതെങ്ങനെ ഈ കുടുംബ ട്രസ്റ്റ് ആക്കും?
അത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു കുടുംബ ട്രസ്റ്റ് പോലെ ആക്കാൻ പറ്റുമോ? ഇപ്പോൾ ആധ്യാത്മിക ആചാര്യന്മാർ സന്യാസം സ്വീകരിച്ചവരാണ്. കുടുംബവുമായിട്ടുള്ള ബന്ധം, മാനസികമായിട്ട് ബന്ധം വിച്ഛേദിച്ചിട്ടാണ് ആധ്യാത്മിക മാർഗത്തിൽ ആത്മബന്ധമാണ് പറയുന്നത്. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ, എൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പണ്ട് ഈ സ്വാമിയൊക്കെ സംസാരിക്കുമ്പോൾ പ്രവീൺ ചേട്ടനോട് പറഞ്ഞായിട്ട് ആ കുടുംബത്തിന് ഗുരുവുമായിട്ടുള്ള ബന്ധം ഭയങ്കര ഇതാണെന്ന് സ്വാമി പ്രവീൺ ചേട്ടനോട് പറഞ്ഞായിട്ട് പ്രവീൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുമ്പോഴത്തേക്ക് ജെന്നി ശ്രീജയോട് പറഞ്ഞായിട്ട് ഒരു ജെന്നി പറഞ്ഞു, നിങ്ങളുടെ കുടുംബം ഗുരുവുമായിട്ടുള്ളൊരു ബന്ധം വെച്ച് ജെന്നി ഒന്നും പറയുന്നില്ല. അതിനുശേഷം മറ്റൊരവസരത്തിൽ പ്രവീൺ ചേട്ടന് സന്യാസിമാരൊക്കെ വഴക്ക് പറയുന്നൊരു സമയത്ത്, ശിഷ്യഭൂത വഴക്ക് പറയുമ്പോൾ പ്രവീൺ ചേട്ടൻ കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അവൻ ഗുരുവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളൊരു കുടുംബത്തിൽ പെട്ട ഒരു വ്യക്തിയാണ്, അവൻ കേൾക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ മറ്റൊരു ദിവസത്തിൽ അവസാനം അസുഖമാവുന്നതിന് മുമ്പ് പറഞ്ഞു, നീ ഗുരുവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളൊരു കുടുംബത്തിൽ ചെന്ന് കയറിയവനാണ്, അവർ സത്യമുള്ളവരാണ്, നീ അവിടെ സൂക്ഷിച്ച് നിൽക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗുരുവുമായിട്ട് അടുത്ത ബന്ധം ഉള്ളൊരു കുടുംബമെന്ന് എന്നെക്കുറിച്ച് ഗുരു സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഗുരു ഇപ്പം എനിക്ക് ഈ പുള്ളി പറയുന്ന വക്താവും ഇവിടെ ഒരു സ്ഥാനവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എനിക്ക് ഒന്നുമില്ല. ഇപ്പം എന്നെക്കുറിച്ച് എൻ്റെ ഒരു പ്രൊഫസർ, ഞാൻ ശാന്തിനിയായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഒരു പ്രൊഫസർ മറ്റൊരു പ്രൊഫസറോട് പറഞ്ഞു, ഇയാൾ അറിയില്ലേ, ഇയാൾ ശാന്തിഗിരിയിലെ മെയിൻ മറ്റേ കോറിലാളാണ്. അപ്പം ഞാൻ വിചാരിച്ച് ശാന്തിഗിരിയിൽ ഞാൻ ആരാണോ, എനിക്കൊരു പുല്ലിൻ്റെ വില പോലും ഇല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു കോറിലാളാണ്. മറ്റൊരാൾ വേറൊരു നമ്മളൊരു യൂളിസസ് ട്യൂട്ടറിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സാറ് എന്നെ പരിചയപ്പെടുന്നു വേറൊരാൾക്ക്. ഇയാൾ അറിഞ്ഞിട്ട് ശാന്തിഗിരിയിലെ മെയിൻ കോർ അങ്ങറ്റ പുള്ളിയാണ് അവിടുത്തെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗുരുവിനെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു വിലയിരുത്തലാണ്. അതുപോലെ ഈ പുള്ളിക്കാരന് എന്നെ ഇവിടുത്തെ എന്തോ വക്താവാണ്, ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. നമുക്കവിടെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് എന്നെ കാണാനായിട്ട് ഒരാൾ യൂട്യൂബിൽ ആശ്രമത്തിൽ വന്നു. അപ്പം ഞാൻ സാധാരണ മന്ദിരം തൂത്തോണ്ടിരിക്കുന്നു. അപ്പോൾ തൂത്തോണ്ടിരിക്കുക പുള്ളി വന്നപ്പോൾ പുള്ളി വിചാരിച്ചു ശാന്തിഗിരി ആശ്രമത്തിൽ ഞാൻ തൂത്തോണ്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളി അപ്പോഴത്തേക്കും നമ്മുടെ സ്വാമി ഞാൻ പരിചയപ്പെടുത്തി, എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ സ്വാമി ഒത്തി കൂടാ, ചേട്ടാ പെട്ടെന്ന് തൂത്തിട്ട് പെട്ടെന്ന് നമുക്ക് അടുത്ത പരിപാടി. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ തൂക്കുകയാണ്. അപ്പോൾ വന്നവരുടെ മുമ്പ് എന്നെ ഒത്തിരിയുടെ തൂപ്പുകാരനാക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ച സന്തോഷം, അത് ഗുരുവായിട്ട് അങ്ങനെ ചെയ്തായിരിക്കും. പക്ഷേ അപ്പം ഞാൻ പിന്നെ അവരോട് സംസാരിക്കാനൊന്നും പോയില്ല. അപ്പം ആൾക്കാർ പലരും കരിക്കുന്നത് നമ്മൾ ഈ സംസാരിക്കുന്ന കേട്ടിട്ട് നമ്മളിവിടുത്തെ ഒരു തൂപ്പും തുടപ്പുകാരനും മാത്രമാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് കാര്യം. പിന്നെ ആകെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ആശ്വാസം ഗുരു ആശ്രമമായിട്ടുള്ളൊരു ബന്ധമെന്ന് വെച്ചാൽ ഈ ശിഷ്യഭൂത ഇങ്ങനെ അടിക്കടി പലരിടത്തും പറഞ്ഞ് അവർ ഗുരുവായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളൊരു കുടുംബത്തിലെ ആൾക്കാരാണ്. ഇത് മാത്രമാണ്. അപ്പം അതിലാണ് നമ്മൾ ആ ഒരു കച്ചിത്തുരുമ്പിലാണ് നമ്മൾ എന്നും പിടിച്ചിരിക്കുന്നത്, അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പം ഈ പുള്ളി പറയുന്നു ആ പുള്ളി കുടുംബാംഗമാണെന്ന്. അപ്പോൾ എന്നെക്കുറിച്ച് ഇവിടെ ശിഷ്യഭൂത പറഞ്ഞു ഒരു ഗുരുവിൻ്റെ അടുത്ത കുടുംബാംഗം. അപ്പോൾ ഞാനും അങ്ങനെ ഒരു അടുത്ത കുടുംബാംഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഇഷ്യൂവും പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു കുടുംബം പോലെ കണ്ടിട്ട് ഈ കുടുംബത്തിൻ്റെ വിഷമത്തെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളെ പോലെ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ കുടുംബാംഗം എന്ന് പറഞ്ഞിട്ട് ഈ കുടുംബത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ആ കുടുംബമായിട്ട് ഗുരുവിനൊരു ബന്ധമുള്ള വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിൻ്റെ ആ ബന്ധം, ആ സ്നേഹം, ആ കുടുംബാംഗങ്ങളോടും ഇവിടുത്തെ വ്യക്തികളോടും എല്ലാവരോടും ഒരു കുടുംബം പോലെ ഒരു സ്നേഹം തോന്നിയതുകൊണ്ട് ആ കുടുംബാംഗങ്ങളെ ഇങ്ങനെ അപമാനിക്കല്ലേ, സമൂഹ മധ്യത്തിൽ നമ്മളെ കോമാളികളാക്കല്ലേ, നമ്മളൊരു സത്യത്തിൻ്റെയും ദൈവത്തിൻ്റെയും പ്രവർത്തനം നടത്തുന്നവരാണ്, നമ്മളെങ്ങനെ അപമാനിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് വിശദീകരിക്കുമ്പോൾ ഈ കുടുംബാംഗം എന്ന് പറയുന്ന വ്യക്തി ഇതിനെല്ലാം തകർക്കാൻ, നശിപ്പിക്കാൻ, പരസ്യമായിട്ട് കോമാളിയാക്കാൻ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ കുടുംബാംഗം എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കേണ്ടത്, വ്യക്തിയും കൂട്ടുകാളികളും മനസ്സിലാക്കേണ്ടത്, ഇത് ഇപ്പോൾ ബൈലോ അല്ലെങ്കിൽ ഗുരു പറഞ്ഞ കാര്യം, ഇപ്പോൾ ഗുരു പറഞ്ഞ കാര്യം തന്നെ ആയാലും ഗുരുമാർഗത്തിൽ ഗുരു പാരമ്പര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഗുരു എപ്പോഴും ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോഴും അടിക്കടി കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഗുരുവിന്. ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോഴും ആശ്രമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഗുരു നേരത്തെ പറഞ്ഞു വെച്ചതിനെ ഒരു പെട്ടെന്നൊരു ദർശനം വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഗുരുവിൻ്റെ ഒരു അറിയിപ്പുണ്ടായെന്ന് പറഞ്ഞിട്ട് അടിക്കടി ഗുരു മാറ്റിക്കൊണ്ടിരുന്നു. അന്നുണ്ടാക്കുന്ന കാലഘട്ടത്തിലും ബിൽഡിങ്സും എല്ലാ കാര്യങ്ങളിലും അടിക്കടി ഗുരു തീരുമാനം മാറ്റിയിരുന്നൊരു സ്വഭാവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആശ്രമത്തിൽ പരിചയമുള്ളവർക്ക് ഇയാൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
അപ്പോൾ പെട്ടെന്ന് ആശ്രമത്തിൽ നിന്ന് കുറെ പോസ്റ്ററൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ബ്രഹ്മശ്രീ കരുണാകര ഗുരു ഫൗണ്ടേഷൻ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഓർഗനൈസേഷൻ, അതിന്റെ ഉദ്ഘാടനം മന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് നടത്തണം. അപ്പൊ അതിന്റെ പോസ്റ്റർ എല്ലായിടത്തും ഒട്ടിക്കണം. അപ്പൊ നമ്മൾ ആ ഏരിയയിലുള്ള കുറെ സ്ഥലത്ത് നമ്മൾ പോസ്റ്റർ ഒട്ടിക്കണം. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മയും ഞാനും കൂടെ പശയൊക്കെ ആയിട്ട് ഈ കുറെ പോസ്റ്റർ 10-20 പോസ്റ്റർ വന്നിരുന്നു. ആ പോസ്റ്റർ കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും ആ എറണാകുളത്തുള്ള GCD കോളനിയുടെ അവിടെയുള്ള ജഡ്ജസ് അവന്യൂയുടെ അവിടെയൊക്കെ എല്ലായിടത്തും ഒട്ടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെ ഇതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന ആ സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പറയാണ് അന്നോ അതിന്റെ തലേന്ന് ഗുരു പറഞ്ഞു അത് വേണ്ട. അപ്പൊ എങ്ങനെയുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്ത് റെഡി ആയി കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനെ എത്ര കാര്യങ്ങൾ ഗുരു ഇങ്ങനെ ഓരോന്ന് പറയും, ഇങ്ങനെ ചെയ്യും, എന്നിട്ട് അത് മാറ്റിവെക്കും. എന്നിട്ട് ഗുരു ഈ പറയുന്ന ഗുരു ഒരു യൂണിവേഴ്സൽ മൈൻഡ് വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്. ഒരു വ്യക്തി ഗുരു ഇങ്ങനെ പറഞ്ഞാലും വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അഡ്ജസ്റ്റ് ചെയ്യും, മാറ്റിവെക്കും, തിരുത്തും. ഇതെല്ലാം ഗുരുവിനോടൊത്ത് പ്രവർത്തിച്ച ഗുരു ഒരു ദൈവം പോലെ അല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് പ്രവർത്തിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം മാറ്റിക്കൊണ്ട് തന്നെ ഇരുന്നു ഗുരു അവസാനം വരെയും. അടിക്കടി ഓരോ കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാം മാറ്റേണ്ടതാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും മാറ്റേണ്ടതാണ്. അത് മാറ്റിക്കൊണ്ടിരുന്നു. ഗുരു പറഞ്ഞ കാര്യങ്ങൾ പോലും ഗുരു ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗുരുവിൻ്റെ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും ആ ഗുരു അറിയിച്ചാൽ, ഇവിടെ ആ ദർശനവശത്തു നിന്ന് അറിയിച്ചാൽ അത് മാറ്റിയേ പറ്റൂ. അത് കാര്യം ഈ യൂണിവേഴ്സൽ മെട്രിക്സ് ഇങ്ങനെ ആയതുകൊണ്ട് സമയാസമയങ്ങളിൽ കാര്യങ്ങൾ മാറ്റിയേ പറ്റൂ, അല്ലാതെ വഴിയില്ല. അതുപോലെ എല്ലാ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും ഗുരു ചെയ്യിച്ച പോലെ ചെയ്യുന്നു. പിന്നെ ഇദ്ദേഹം പറയുന്ന പോലെ ഇതൊരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു ഗുരു മാർഗത്തിലൊക്കെ വരുമ്പോൾ ഒരു ഗുരു ഒറ്റയ്ക്കല്ല പ്രവർത്തിച്ചിട്ടുള്ളത്, ഇതൊരു ട്രസ്റ്റാണ്. കാര്യം ഒരു ഗുരു ഒറ്റയ്ക്ക് വന്നിരുന്ന് ദൈവം എന്ന് പറഞ്ഞ ആരെങ്കിലും വരുമോ? അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വ്യക്തികൾ കളക്റ്റീവായിട്ട് ആ സമയങ്ങളിൽ ചേർന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് ശിഷ്യന്മാരും വ്യക്തികളും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ അത് ഗുരു ഒറ്റയ്ക്കല്ല, ഇതൊന്നും ഒരുപാട് ശിഷ്യന്മാരും വ്യക്തികളും ഗൃഹസ്ഥാശ്രമികളും എല്ലാം കൂടെ ചേർന്ന ഒരു കൂട്ടായ തീരുമാനങ്ങളാണ് എല്ലാം എക്കാലത്തും. അങ്ങനെ ഒരു സംഘടനാ സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ പോലും ഈ പറയുന്ന ശിഷ്യന്മാരും എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാര്യം ശിഷ്യന്മാരില്ലാതെ ആശ്രമം ഉണ്ടാവും, ഗുരു മാത്രം മതിയോ? ഗുരു മാത്രമായിട്ട് ആശ്രമം ഉണ്ടാവും. അപ്പോൾ ശിഷ്യന്മാരും എല്ലാവരും ചേർന്നൊരു കളക്റ്റീവ് പ്രവർത്തനമാണ്. ഇപ്പോൾ ശിഷ്യപൂജിത എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഗുരു പ്രവർത്തിച്ചിട്ട് ഗുരു അവിടെ ഗുരുവാവാൻ ശ്രമിച്ചില്ലല്ലോ, ഗുരു സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുപോലെ മാറിപ്പോകണം. ഇവരുടെയൊക്കെ ചുമ്മാ ജൽപ്പനങ്ങളാണെങ്കിൽ ഞാനൊരു മറുപടി പറയാൻ. അതായത് ഇപ്പോൾ ശിഷ്യപൂജിത വളരെ കുഞ്ഞു പ്രായം മുതലേ ഇവിടെ വന്ന് ഗുരുവിനോടൊപ്പം ശിഷ്യയായിട്ട് പ്രവർത്തിച്ച് ഗുരുശിഷ്യ ബന്ധത്തിൽ അവസാനം വരെ നിന്നതാണ്. അപ്പോൾ ആ ഗുരുശിഷ്യ ബന്ധത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഗുരു ശിഷ്യപൂജിതയെ കൊണ്ട് ഈ ആശ്രമത്തിൽ ചെയ്യിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾ ഇത്രയും കാലം അവിടെ ചെലവഴിച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ വർക്കും ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ ജീവിതവും മജ്ജയും മാംസവും ഒക്കെ ചേർന്നതാണ് ഈ ആശ്രമം. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ആശ്രമം അല്ല ഇത്. അങ്ങനെ ഓരോ വ്യക്തികളുടെയും എത്രയോ പേരുടെ ഗുരു പറഞ്ഞു ഇത് നിങ്ങളെ അവകാശം, നിങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. സന്യാസിമാരും. കാര്യം ഇത് ഒരു ഗുരു ഒറ്റയ്ക്ക് നിന്നാൽ പറ്റുന്നതല്ല. എല്ലാ വ്യക്തികളും ദൈവികമായ ഒരു ധർമ്മത്തിന് വേണ്ടി ആണെന്ന് മനസ്സിലാക്കിയിട്ട്, ഗുരുവിൻ്റെ പേഴ്സണൽ കാര്യത്തിനല്ല വന്നത്, ദൈവത്തിൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ സമ്പത്തും അവരുടെ ആരോഗ്യവും കോൺട്രിബ്യൂഷനും ഒക്കെ സമർപ്പിച്ച് പ്രവർത്തിച്ച് ആണിത് ഇത്രയും വലിയ പ്രസ്ഥാനമായി മാറിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഗുരു ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല, ആ ദൈവനിശ്ചയം പോലെ ഓരോന്ന് അറിയിപ്പിനനുസരിച്ചാണ് അന്നും ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തികൾ, ഇവിടെ നിന്നിട്ടുള്ള വ്യക്തികൾ, ഇത് അവസാനം വരെ ഈ ഗുരുമാർഗത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെല്ലാം എന്നും എക്കാലം ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് ആ ട്രസ്റ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ ബൈലോ തിരുത്തുന്നതും എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും എല്ലാ മെമ്പേഴ്സും. അതാണ് അതിൻ്റെ ലോ, അതിൻ്റെ നിയമം. അതിന് പിന്നെ മറ്റ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഗുരു ഒറ്റയ്ക്കല്ല ഒരു കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. ഗുരു അന്ന് കാലത്തും, ഇത് മനുഷ്യർ ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല, ഗുരു അന്നത്തെ കാലത്തും ഒറ്റയ്ക്കല്ല, എല്ലാം കൂടി ആലോചിച്ചും പറഞ്ഞും. എന്നാൽ ഗുരുവിൻ്റെ ആധ്യാത്മികമായ ദീർഘവീക്ഷണങ്ങൾ, ആധ്യാത്മികമായ കൺസെപ്റ്റുകൾ, ആശയം, ഇത് മാത്രമാണ് ഗുരു ഏകാന്തമായിട്ട് ഗുരുവിൻ്റെ അറിയിപ്പിലൂടെ പറഞ്ഞിരുന്നത്. മറ്റ് കാര്യങ്ങൾ, ഈ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഗുരു എന്നും കൂടി ആലോചിച്ചാണ് ചെയ്തിരുന്നത്, കൂട്ടമായിട്ട്. അതുകൊണ്ടല്ലേ ആ ചർച്ചകളിലൊക്കെ ഗുരു കൂടി ആലോചിക്കുന്നത്. എന്നിട്ട് ഗുരു പറഞ്ഞു ആ ദർശനത്തിൽ നോക്കിയിട്ട് തിരുത്താനുള്ള തിരുത്തും, മാറ്റേണ്ടത് അടിക്കടി മാറ്റും. അങ്ങനെ ഇപ്പോഴും മാറ്റുന്നു, ഇപ്പോഴും ആ ട്രസ്റ്റ് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുന്നു. ആ ട്രസ്റ്റ് ഇതൊരു കൂട്ടമാണ്, എല്ലാവരുടെയും കൂടെ കൂട്ടത്തിൻ്റെ കളക്റ്റീവായിട്ട്. ആർക്കും ഇത് ഒറ്റയ്ക്ക് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഇത് കുടുംബത്തിൻ്റെതല്ല, ഇതൊരു കൂട്ടായ സംഭവമായിട്ട് മാറുന്നതും അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനമായിട്ട് ഇത് എക്കാലവും പോകുന്നതും.
എക്കാലവും ഇതൊരു ഗുരു ധർമ്മത്തിൽ തന്നെ പോകണം, അല്ലെങ്കിൽ ഗുരുമാർ. കാര്യം മനുഷ്യനെന്നും മനുഷ്യരാശി ഗുരുശിഷ്യ ബന്ധം വേണ്ടേ, അല്ല വിശ്വാസം മാത്രം മതിയോ? വെറും വിശ്വാസ സ്വഭാവം. ഇവർ പറയുന്നതൊക്കെ മാനസിക ലോകത്ത് നമുക്കെല്ലാവർക്കും തോന്നിയ കാര്യങ്ങളും പറഞ്ഞിട്ട് അവനവൻ്റെ ഇഷ്ടത്തിന്. ഇത് ഗുരു എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിനെ മാറ്റി വെച്ചിട്ട് ഗുരുവിൻ്റെ മുമ്പ് വന്ന് ആത്മസമർപ്പണം ചെയ്ത് പുതിയൊരു ധർമ്മത്തിൽ ജീവിക്കുന്നതാണ് ഗുരുശിഷ്യ ബന്ധം. അപ്പോൾ ആ ഗുരുശിഷ്യ ബന്ധത്തിൽ ഒരുപാട് സന്യാസിമാരും ഗൃഹസ്ഥാശ്രമികളും എല്ലാം ചേർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ കുറച്ച് വ്യക്തികൾ അവർ ചെന്ന് ചുമ്മാ എന്തെങ്കിലും വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞാൽ അതിന് എന്ത് മറുപടി പറയാൻ? ഇപ്പോൾ ശിവഗിരിയിലെ കാര്യം തന്നെ നോക്കുമ്പോൾ ഗുരു അവിടെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനല്ല ഗുരു. അവിടെ ഗുരു കർമ്മം, ഒരു നിഷ്കാമ കർമ്മം പോലെ കർമ്മം ചെയ്തിരുന്നു. അദ്ദേഹം ഗുരുവിൻ്റെ ആത്മഗുരുവിനെ, ഒരു സൂഫി സന്യാസിയെ കണ്ടു, ആത്മജ്ഞാനം നേടി. അതിനുശേഷം ആ സൂഫി സന്യാസിയുടെ പാതയും അല്ല, പിന്നീട് സ്വയം പ്രവർത്തിച്ചു എന്ന അവസ്ഥ പൂർത്തീകരണത്തിലെത്തി. ഗുരു തന്നെ ഒരു സ്വയം പുതിയൊരു പാതയായി മനുഷ്യരാശിക്ക്. ഗുരു ഒന്നിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടില്ല. ഗുരു ഒരു പുതിയ സ്വയം ഒരു പാതയായി മാറി. ആ പാതയായി മാറി പാത വെട്ടി തുറന്നപ്പോൾ ഇതൊരു ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ പോകാൻ ഗുരു തന്നെ ശിഷ്യന്മാർക്ക് ഇത് കൊടുത്തിട്ടല്ലേ പോയത്. ഗുരു ശിഷ്യന്മാർക്ക് ഇത് കൊടുത്തിട്ട് പോയി. ആ ഗുരുശിഷ്യ ബന്ധത്തിൽ ഇത് ഗുരു ശിഷ്യ പാരസ്പര്യത്തിൽ തന്നെ പോകുമെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കുന്ന കാര്യമല്ലേ. എന്നിട്ട് ഈ ഗുരുവിനെ അടുത്ത തലമുറയിൽ എങ്ങനെ സ്വീകരിക്കണം, ഇത് ഞാൻ പറയുന്നതല്ല. ഇപ്പം രാധാസ്വാമി പരമ്പരയെക്കുറിച്ച് 3 പരമ്പര ശരിയായിട്ട് പോയെന്നും ആ ആചാര്യൻ 9 അവസ്ഥ എത്തിയതാണെന്നും ഗുരുവല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ ഗുരു പരമ്പരയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യ രൂപത്തിൽ ഗുരു വേണം. അതിനുശേഷം ഈ ഗുരുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം അത് ഗുരു പറഞ്ഞുകൂടാ, ശിഷ്യനെക്കുറിച്ച് ഗുരു പറഞ്ഞുകൂടാ. അതിനുശേഷം മറ്റ് ശിഷ്യന്മാരാണ് ആദ്യത്തെ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം മറ്റ് ശിഷ്യന്മാരെല്ലാവരും കൂടെ തീരുമാനിക്കണം ഗുരുവിനെ. ആ ഗുരുഭാവം അവർ തിരിച്ചറിയും, ദർശന സ്വഭാവത്തിൽ അവർ തിരിച്ചറിഞ്ഞിട്ട് മറ്റ് ശിഷ്യന്മാരാണ് ഗുരുവിനെ തീരുമാനിക്കേണ്ടത് എന്ന് രാധാസ്വാമി, ഞാൻ പറയുന്നതല്ല, ഇത്രയും ഒരു ഗുരു സ്ഥാനമായിട്ടുള്ള ദൈവിക ധാമത്തിൽ എത്തിയിട്ടുള്ള ഒരു ഗുരു പരമ്പര അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അതുപോലെയുള്ള പുറത്തുനിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കണ്ട് നമ്മൾ പഠിക്കണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ അവനവന് തോന്നിയ ജൽപ്പനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഈ ആരോപണങ്ങൾ, ഇവർ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ സമയം ഒരുപാട് വൈകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.